വാർത്തയിലേക്ക്. ചർച്ചകൾക്കൊടുവിൽ തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി വി രാജേഷ് മേയർ സ്ഥാനാർത്ഥിയാകും. ബി.ജെ.പി. നേതൃത്വം ശ്രീലേഖയെ നേരിട്ട് കണ്ട കാര്യങ്ങൾ ധരിപ്പിച്ച ശേഷമാണ് പ്രഖ്യാപനം. GS ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ മേയർ സ്ഥാനാർത്ഥിയായി നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറിയും മുൻ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ വി രാജേഷ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ കോർപ്പറേഷനിൽ ഈ നഗരസഭയിൽ BJPയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള മൂന്നാമത്തെ പ്രാവശ്യവും കൗൺസിലറായിട്ട് ജയിച്ചു വന്ന പ്രിയപ്പെട്ട ആശാനാഥാണ് നമ്മുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ആശാ വിവരങ്ങളുമായി ഡി ബിനോയാണ് ചേരുന്നത്. ഡി ബിനോയ്, എന്തായാലും ഏറെ ചർച്ചകൾക്കൊടുവിൽ തിരുവനന്തപുരം ഭരിക്കാൻ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ തലപ്പുറത്ത് മേയർ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മേയറാകാൻ പോകുന്നത് വി രാജേഷാണ്. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയറായിട്ട് ആശാനാഥാണ് എത്താൻ പോകുന്നത്. എന്തായാലും രാഷ്ട്രീയ പരിചയ സമ്പന്നരായ രണ്ടു പേരെ തന്നെയാണ് കളത്തിൽ ഇപ്പോൾ BJP ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ആദ്യ ഒരു മേയർ എന്ന് വേണം, BJPയിൽ ആദ്യ മേയർ എന്ന് വേണം ഇവരെ വിശേഷിപ്പിക്കാൻ. എന്തായാലും തലസ്ഥാനം ഭരിക്കാൻ രണ്ടുപേർ ഇറങ്ങുന്നു. എന്തായാലും ഒരു വലിയ ഒരു ചരടുവലികളോ അല്ലെങ്കിൽ ഏറെ വിവാദങ്ങളൊന്നും ഇല്ലാതെ തന്നെ എന്തായാലും വേദിയിൽ ശ്രീലേഖയും നിൽക്കുന്നുണ്ട് എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വേണം പറയാൻ. മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് ബിനോയ്? മാരത്തോൺ ചർച്ചകൾക്ക് ഒടുവിലാണ് വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 2 ദിവസമായി മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള ചർച്ചകൾ വളരെയധികം ശക്തിയോട് നടക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ശ്രീലേഖ മുൻ DGP മേയറാകുന്നതോട് തന്നെ ഒരു വിഭാഗത്തിന് വലിയ തരത്തിലുള്ള വിയോജിപ്പ് ഉണ്ടായിരുന്നു. അവർ നേരത്തെ തന്നെ ആ വിയോജിപ്പ് അറിയിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായത്. മാത്രവുമല്ല RSSന് ശ്രീലേഖയേക്കാൾ താല്പര്യം വി രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. അതിൽ RSS ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഭരണപരമായ കാര്യങ്ങളിലുള്ള നേരത്തെയുള്ള പരിചയം, ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിന് പരിചയമുള്ള ഒരു മുഖം എന്നീ 2 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് RSS വി രാജേഷിനെ പിന്തുണച്ചത്. വി രാജേഷിനെ പിന്തുണച്ചെങ്കിൽ തന്നെയും ഒരു വിഭാഗം ശ്രീലേഖയെ പിന്തുണയ്ക്കുണ്ടായിരുന്നു. കാരണം മുൻ DGP എന്ന നിലയ്ക്കും ഒപ്പം തന്നെ IPS ഉദ്യോഗസ്ഥ നിലയ്ക്കും ഒക്കെ കൊണ്ടുവരുന്നത് പാർട്ടിക്ക് നന്നായിരിക്കും എന്ന തരത്തിൽ ഒരു വിഭാഗവും ഉന്നയിച്ചു. എന്നാൽ ഈ 2 ചർച്ചകൾക്കും ഒടുവിൽ കേന്ദ്ര നേതൃത്വം ഇടപെടുകയും RSSന്റെ ഇടപെടൽ കൂടിയായതോടെ തന്നെയാണ് വി രാജേഷിന് അനുകൂലമായി കാര്യങ്ങൾ നീങ്ങിയത്. അങ്ങനെ വി രാജേഷ് മേയർ സ്ഥാനാർത്ഥിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് GS ആശാനാഥാണ് 3 പ്രാവശ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ മത്സരിച്ച് ജയിച്ചു വരുന്ന ആൾ കൂടിയാണ്. മാത്രവുമല്ല BJPയുടെ ഒട്ടുമിക്ക സമരങ്ങളിലും മുന്നണി പോരാളിയാണ്. അതിനെല്ലാം ഉപരിയായി BJPക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു ആൾ കൂടിയാണ്. RSSനും താല്പര്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തവണ തിരുവനന്തപുരത്തിന്റെ ഒട്ടുമിക്ക കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുത്തത് RSS നേരിട്ട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. BJPക്കൊപ്പം RSS ചില കാര്യങ്ങളിൽ ഇടപെട്ട് മേയർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലായാലും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലുമായാലും തന്നെ കൃത്യമായ ഇടപെടൽ RSSന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ വി രാജേഷിന്റെ കാര്യത്തിലും RSS കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു. എന്തായാലും 50 പേരാണ് BJPക്ക് ഉള്ളത്. ഇതിൽ ഈ 50 പേരും വോട്ട് കിട്ടിയാൽ തൽക്കാലം ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. മാത്രവുമല്ല LDFും അതുപോലെ തന്നെ UDF ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാധ്യത തള്ളിക്കളയുകയും ചെയ്യുന്നു. LDFന്റെ ഭാഗത്ത് നിന്ന് അവരുടെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് BJP വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ RCBIക്ക് ചെറിയ തരത്തിലുള്ള ഒരു വിയോജിപ്പുണ്ടായിരുന്നപ്പോൾ തന്നെയും പാർട്ടി നേതൃത്വത്തിലുള്ളവർ തന്നെ അവരെ നേരിട്ട് കണ്ട് സംസാരിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ പങ്കെടുത്ത ഒരു ചടങ്ങിൽ വെച്ച് തന്നെയാണ് മേയർ സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിച്ചതും മധുരം നൽകിയതും ശ്രീലേഖ തന്നെയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ നോക്കുമെന്ന് BJPയുടെ മേയർ സ്ഥാനാർത്ഥി വി രാജേഷ്. ഇത് സാധാരണക്കാരുടെ വിജയമാണ്. ശക്തമായ പ്രതിപക്ഷമുള്ളത് ആവേശമാണെന്നും വി രാജേഷ് പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്കാണ് സംസ്ഥാന അധ്യക്ഷൻ
ജില്ലാ പ്രസിഡന്റിനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കാണണം. ഇത്തരത്തിലുള്ള കാര്യം പാർട്ടി ദേശീയ നേതൃത്വം ഉൾപ്പെടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതിനുശേഷം ജില്ലാ അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷൻ നിയോഗിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ജിയും ഇക്കാര്യം സംസാരിക്കുകയായിരുന്നു. പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കണമെന്ന് പറയുകയായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമെന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി GS ആശാനാഥ്. വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി നൽകിയിരിക്കുന്നത്. ജനങ്ങളോടൊപ്പം ജനങ്ങളിൽ ഒരാളായി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകുമെന്ന് ആശാനാഥ് പറഞ്ഞു. വളരെ അപ്രതീക്ഷിതമായിട്ടൊരു തീരുമാനമായിരുന്നു പാർട്ടി. ഇന്ന് ഉച്ചയ്ക്ക് കൗൺസിലർമാരുടെ യോഗത്തിലാണ് തീർച്ചയായിട്ടും വളരെ പോലെ തന്നെ വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് പാർട്ടി നമുക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം ജനങ്ങളിൽ ഒരാളായി തന്നെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തിരുവനന്തപുരത്ത് എത്തുമെന്ന വിവരം. ജനുവരി അവസാനത്തോടെയാകും മോദി കേരളത്തിൽ എത്തുക. തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന രേഖ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. കൗൺസിലർമാരുമായും പ്രത്യേക കൂടിക്കാഴ്ച നടത്തുമെന്നും എന്നതാണ് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട കോർപ്പറേഷൻ സെക്രട്ടറി, ജില്ലാ കളക്ടർ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി CPIM. ദൈവങ്ങളും വ്യക്തികളുടെയും പേരെടുത്ത് പറഞ്ഞുള്ള സത്യപ്രതിജ്ഞ നിയമലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. കടകംപള്ളി വാർഡിൽ വിജയിച്ച BJP സ്ഥാനാർത്ഥി ജയ രാജീവ് അയ്യപ്പന്റെ നാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. ശരണം വിളിച്ചാണ് ഇവർ സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത്. കോർപ്പറേഷനിലെ കരമന വാർഡിൽ വിജയിച്ച BJP സ്ഥാനാർത്ഥി കരമന അജിത്ത് സംസ്കൃതത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വന്ദേമാതരം പറഞ്ഞാണ് മുൻ DGPയും ശാസ്തമംഗലത്തിൽ നിന്നുള്ള കൗൺസിലറുമായ R ശ്രീലേഖ വേദി വിട്ടത്. ഇതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. സത്യപ്രതിജ്ഞയ്ക്കു പിന്നാലെ BJP പ്രവർത്തകർ കോർപ്പറേഷന്റെ കൗൺസിൽ ഹാളിൽ RSS ഗണഗീതം പാടിയിരുന്നു. തൃപ്പൂണിത്തുറ നഗരസഭയിൽ PL ബാബു NDAയുടെ ചെയർമാൻ സ്ഥാനാർത്ഥി. രാധിക വർമ്മയാണ് വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി. നഗരസഭയിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ല. 21 സീറ്റുകളാണ് NDA നേടിയത്. 20 സീറ്റുകളിൽ CPMനും 12 സീറ്റുകൾ UDFനും നേടിയിരുന്നു. CPMുമായി സഹകരിക്കില്ല എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഈ സാഹചര്യത്തിൽ നഗരസഭ NDA ഭരിക്കാനാണ് സാധ്യത. തൃശൂർ കോർപ്പറേഷൻ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിനെ തിരഞ്ഞെടുത്ത കോൺഗ്രസ്. മേയർ സ്ഥാനാർത്ഥിയായി നേരത്തെ വലിയ ചരടുവലികൾ നടന്നിരുന്നുവെങ്കിലും ഒടുവിൽ കാര്യമായ തർക്കങ്ങളൊന്നുമില്ലാതെയാണ് DCC പ്രസിഡന്റ് നിജി ജസ്റ്റിനെ മേയറായി പ്രഖ്യാപിച്ചത്. A പ്രസാദിനെ ഡെപ്യൂട്ടി മേയറായും തിരഞ്ഞെടുത്തു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശവും കൗൺസിലർമാരുടെ അഭിപ്രായവും മാനിച്ചാണ് തീരുമാനം എടുത്തത് എന്നതാണ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമാണെങ്കിലും ഡോക്ടർ നിജി ജസ്റ്റിൻ സംഘടനാ രംഗത്തും ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിലും സജീവമാണ്. കിഴക്കുംപാട്ടുകരയിൽ നിന്നും 614 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് നിജി വിജയിച്ചത്. നിലവിൽ DCC വൈസ് പ്രസിഡന്റാണ് നിജി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങളിലും ഇവർ പ്രവർത്തിച്ചിരുന്നു. KPCC സെക്രട്ടറി കൂടിയായ A പ്രസാദിന്റെ പേര് തന്നെയായിരുന്നു ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പ്രധാന പരിഗണനയിലുണ്ടായിരുന്നത്. സിവിൽ സ്റ്റേഷൻ ഡിവിഷനിൽ നിന്ന് 413 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് A പ്രസാദ് വിജയിച്ചത്. കൗൺസിലർ എന്ന നിലയിൽ പ്രവർത്തന പരിചയവും ഇദ്ദേഹത്തിനുണ്ട്. മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ പാർലമെന്ററി പാർട്ടി തീരുമാനമാണെന്നും അത് നടപ്പിലാക്കുമെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി ദീർഘകാലം പാർട്ടിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ നിജി ജസ്റ്റിനെയാണ് ഞങ്ങൾ മേയർ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ KPCCയുടെ സെക്രട്ടറിയായി ദീർഘകാലം സേവനമനുഷ്ഠിക്കുന്ന ശ്രീ A പ്രസാദിനെയാണ് ഡെപ്യൂട്ടി മേയറായി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് തൃശ്ശൂർ നഗരവാസികൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകുന്ന ക്രിസ്മസ് പുതുവത്സര സമ്മാനമാണ്. തന്നെ മേയറായി തെരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ടെന്നും തൃശൂരിന്റെ സമഗ്ര വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തി കൂട്ടായി പ്രവർത്തിക്കുമെന്നും
നിയുക്ത മേയർ നിജി ജസ്റ്റിൻ പറഞ്ഞു. അടുത്ത 5 വർഷം നമുക്ക് കൂട്ടായ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കൂട്ടായ പ്രവർത്തനത്തോടെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. കൂടിയുള്ള കൗൺസിലേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ കേട്ട് അവരോടുകൂടി ആലോചിച്ച് ലീഡർഷിപ്പ്, DCC ലീഡർഷിപ്പുമായി ആലോചിച്ചിട്ടാണ് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം. ജനങ്ങളെ കേട്ട് ചേർത്ത് നിർത്തി മുന്നോട്ടു പോകുമെന്നും പാർട്ടി ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അത് എല്ലാവരുടേതുമാണെന്നും നിയുക്ത തൃശൂർ ഡെപ്യൂട്ടി മേയർ A. പ്രസാദും വ്യക്തമാക്കി. ജനവിധിയുടെ ആ വിശ്വാസ്യത കാത്തു സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി സംവിധാനം കോൺഗ്രസ് പാർട്ടി ജനങ്ങളെ പരിപൂർണമായി കേട്ടുകൊണ്ട് തൃശ്ശൂരിനകത്ത് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് തന്നെ ഭരണവുമായി മുന്നോട്ട് പോകും. ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് തൃശൂർ കോർപ്പറേഷൻ ഭരണം കോൺഗ്രസിന്റെ കൈകളിലെത്തുന്നത്. ആകെയുള്ള 56 ഡിവിഷനിൽ 33 എണ്ണവും കൈവശപ്പെടുത്തിയാണ് ഇത്തവണ അധികാരത്തിലെത്തിയത്. നിജി ജസ്റ്റിനെ കൂടാതെ ലാലി ജെയിംസ്, സുബി ബാബു എന്നിവരെയും മേയർ പദവിയിലേക്ക് കോൺഗ്രസ് പരിഗണിച്ചിരുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും. It's okay. അത് ശരി, കാറ്ററാക്ട് ഓപ്പറേഷന് ശേഷം നിങ്ങളുടെ വികൃതി കുറച്ച് കൂടിയിട്ടുണ്ട്. മാക്സി വിഷൻ അഡ്വാൻസ്ഡ് കാറ്ററാക്ട് കെയർ. കണ്ണുകൾക്ക് യൗവനം, മനസ്സിനും യൗവനം. ഞങ്ങൾ നോക്കിക്കൊള്ളാം. വർഷങ്ങൾ കഴിഞ്ഞാലും മായില്ല, മറയില്ല. പകിട്ടോടെയും തലയെടുപ്പോടെയും നിൽക്കും എന്നും. സഫായ് 7 റൂഫ് ടൈൽകൾ. എന്താ ഭംഗി, എന്താ എടുപ്പ്. മാഡം ഇത് മറന്നു വെച്ചു. വായിച്ചു നോക്കേ. ജീവിതത്തിലെ ചെറുനന്മകൾ ആഘോഷിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ചേരുവകളാൽ തയ്യാറാക്കിയത് എലൈറ്റ് പ്ലം കേക്ക്. Make this a solar-powered Christmas with Elite plum cakes. ആടാനും പാടാനും കൂടാനും ചാടാനും പറ്റിയാൽ ചാടിക്കാനും കേരളത്തിന്റെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷം എവിടെ? കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വയനാട് ടൂറിസവും ബോച്ചെ 1000 ഏക്കർ ലേബർ വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായി വയനാട്ടിലെ ബോച്ചെ 1000 ഏക്കറിൽ വെച്ച് ഡിസംബർ 23 മുതൽ ജനുവരി 4 വരെ ദിവസവും 4 മണി മുതൽ വയനാട് ടൂറിസം കാർണിവൽ നടത്തുന്നു. അപ്പൊ നമുക്ക് 31-ന് വേടനും ഗൗരി ലക്ഷ്മിക്കൊപ്പം അടിച്ചു പൊളിക്കാം. ഏർലി ബേർഡ്സ് ടിക്കറ്റുകൾ ഇപ്പോ ബുക്ക് മൈ ഷോയിൽ ലഭ്യമാണ്. കൂടാതെ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ ഉടനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ ഏറ്റവും വലിയ പാപ്പാനിയ കത്തിക്കലും വെടിയും പുകയുമായി നമുക്കൊന്ന് അർമാദിക്കല്ലേ. എന്റെയും BLM-ന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. എറണാകുളം മൂവാറ്റുപുഴ നഗരസഭയിൽ ടേം വ്യവസ്ഥയിൽ ചെയർപേഴ്സൺസ്. മൂവാറ്റുപുഴ നഗരസഭയിൽ ആദ്യത്തെ 2 വർഷം ജോയ്സ് മേരി ആന്റണിയും പിന്നീടുള്ള 1 വർഷം P. രജിതയും അവസാന 2 വർഷം അസം ബീഗവും ചെയർപേഴ്സൺമാരാകും. ഹൈപവർ കമ്മിറ്റി കൗൺസിലർമാരുമായി ഇന്ന് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. തദ്ദേശ തിരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് എറണാകുളം മൂവാറ്റുപുഴ നഗരസഭയിൽ ടേം വ്യവസ്ഥയിൽ ചെയർപേഴ്സൺസ് വരാൻ പോകുന്നത്. 3 പേരാണ് ചെയർപേഴ്സൺസായി മാറി വരാൻ പോകുന്നത്. മൂവാറ്റുപുഴ നഗരസഭയിൽ ആദ്യത്തെ 2 വർഷം ജോയ്സ് മേരി ആന്റണിയും പിന്നീടുള്ള 1 വർഷം P. രജിതയും അവസാന 2 വർഷം അസം ബീഗവുമാണ് ചെയർപേഴ്സൺസ്മാരാവുക. എന്തായാലും ഹൈ പവർ കമ്മിറ്റി കൗൺസിലർമാരുമായി ഇന്ന് നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷ് കുമാറിനെയും ജയിലിലെത്തി വീണ്ടും ചോദ്യം ചെയ്ത SIT. കേസിൽ നാളെ ദേവസ്വം അംഗങ്ങളുടെ മൊഴി എടുക്കാനിരിക്കെയാണ് SITയുടെ നീക്കം. SP ശശിധരൻ ജയിലിലെത്തിയാണ് ചോദ്യം ചെയ്തത്. അതിനിടെ വിദേശ വ്യവസായിയുടെ മൊഴി പ്രകാരം D. മണിയെ തേടി ഇന്റലിജൻസ് വിഭാഗവും ചെന്നൈയിലെത്തി D. മണി എന്ന ആളെ കണ്ടെത്തിയതായാണ് വിവരം.
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 2019 എ പത്മകുമാറിനോടൊപ്പം അംഗങ്ങളായിരുന്ന KP ശങ്കരദാസ്, ഒപ്പം വിജയകുമാർ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്താനിരിക്കുന്നതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഒപ്പം സുധീഷ് കുമാറിന്റെയും ചോദ്യം ചെയ്യൽ നടത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും അന്ന് അജണ്ട നോട്ടീസിൽ ഉണ്ടായിരുന്ന ഒരു തിരിമറിയെക്കുറിച്ചാണ് ചോദ്യം ചെയ്യൽ നടന്നതെന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അജണ്ട നോട്ടീസിൽ അന്ന് ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തി ഒപ്പിട്ടു എന്നുള്ളതായിരുന്നു വലിയ തരത്തിലെ വിവാദമായി മാറിയത്. അത് പച്ച മഷി കൊണ്ട് പത്മകുമാർ എഴുതി തിരുത്തിയതാണ് എന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. എന്നാൽ ഇത്തരത്തിൽ ഒരു രേഖ തയ്യാറാക്കിയപ്പോഴേക്കും എന്തുകൊണ്ട് മറ്റ് അംഗങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയില്ല എന്നുള്ളതും വലിയ തരത്തിലെ ചർച്ചയായിരുന്നു. അത് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ചോദ്യമായി ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒപ്പം അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ഇതിൽ നിന്നും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളതിൽ ഏകദേശം വ്യക്തമായ ധാരണയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ ഏകദേശം ഒരു മണിക്കൂറിലധികം തുടർന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം പ്രത്യേക അന്വേഷണം നേരത്തെ സംശയത്തിലുള്ള ഡി മണി, അതായത് ബാലമുരുകൻ, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അനുയായി എന്നിവർ ഏത് സ്ഥലത്തുണ്ട് എന്നുള്ള കാര്യം ഇവർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇന്റലിജൻസ് വിഭാഗമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെയും ചോദ്യം ചെയ്യും. ഈ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ രമേശ് ചെന്നിത്തല വ്യക്തമായൊരു ചില വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവാസിയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. ആ പ്രവാസി വ്യവസായി നൽകിയ വിവരമനുസരിച്ചാണ് ഡി മണിയിലേക്ക് അന്വേഷണം എത്തിച്ചേരുന്നത്. ഡി മണി വലിയ തരത്തിൽ പുരാവസ്തുക്കൾ വിദേശത്തേക്ക് കടത്തി അയക്കുന്നു എന്നുള്ളതാണ് ഒരു കണ്ടെത്തൽ. എന്നാൽ ഇത് എത്രമാത്രം വാസ്തവമാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത വരാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം അവരിലേക്കും നീങ്ങുന്നത്. ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് രാജ്യം കടക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഈ പുരാവസ്തുക്കൾ അത് വിദേശ രാജ്യത്തേക്ക് കടത്തുന്ന ഒരു സംഘത്തിന്റെ ആളാണ് ഡി മണി എന്നുള്ള വിവരങ്ങളാണ്, അല്ലെങ്കിൽ ബാലമുരുകൻ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് അപ്പുറത്തേക്ക് മറ്റൊരു അന്വേഷണ സംഘം കൂടി ഇതിൽ ചുമതല ഏറ്റെടുക്കേണ്ടി വരും. CBI നേരത്തെ തന്നെ ഈ കേസ് അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ CBI ഒരു പക്ഷേ ഈ അന്വേഷണം ഏറ്റെടുത്താൽ തന്നെയും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. CBIയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുമായി മുന്നോട്ട് വരും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സോണിയാഗാന്ധിയും ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള കൂടിക്കാഴ്ച നടന്നതിൽ UDF കൺവീനർ അടൂർ പ്രകാശ് കൃത്യമായ മറുപടി പറയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അപ്പോയിന്റ്മെന്റ് ആരാണ് സംഘടിപ്പിച്ച് നൽകിയത് എന്നതിൽ UDF കൺവീനർക്ക് മറുപടിയില്ല. സ്വർണ്ണക്കവർച്ചയിലെ 2 പ്രതികൾ എങ്ങനെയാണ് സോണിയാഗാന്ധിയെ കണ്ടത്? എന്തിനായിരുന്നു സന്ദർശനം? ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ട ബാധ്യത ഉണ്ണികൃഷ്ണൻ UDF കൺവീനർക്ക് ഉണ്ട്. അദ്ദേഹം എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നു. അടൂർ പ്രകാശ് മറുപടി പറയാത്തതിനാൽ സംഭവങ്ങളിൽ കൂടുതൽ ദുരൂഹതയേറുന്നുവെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഫോട്ടോ AI നിർമ്മിതമാണെന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണപ്പാളിയിൽ നടത്തുന്ന അന്വേഷണത്തിനോടൊപ്പം സോണിയാഗാന്ധിയുമായി പ്രതി നടത്തിയ കൂടിക്കാഴ്ചയും അന്വേഷണ പരിധിയിൽ വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ക്രിസ്തുമസിന്റെ തലേ ദിവസം മാഗ്നറ്റോ മാളിൽ ക്രിസ്തുമസ് അലങ്കാരങ്ങൾ അടിച്ചു തകർത്ത സംഘപരിവാർ സംഘടനയായ ബജ്രംഗ് ദൾ അക്രമികൾ. 30ഓളം പേരാണ് ആക്രമണം നടത്തിയത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ക്രിസ്തുമസ് അലങ്കാരങ്ങൾ ഇവർ നശിപ്പിക്കുകയായിരുന്നു. മാളിനു മുന്നിലെ സാന്റാക്ലോസിന്റെ രൂപവും ബജ്രംഗ് ദൾ പ്രവർത്തകർ അടിച്ചു തകർത്തു. ഉത്തർപ്രദേശിലെ ബറോലിയൻ ക്രിസ്ത്യൻ പള്ളിക്ക് മുന്നിൽ ഹിന്ദുത്വ സംഘടനകൾ ഉച്ചത്തിൽ ഹനുമാൻ ചാലിസ ചൊല്ലി പ്രകോപനം സൃഷ്ടിച്ചു. 20ലേറെ പേരടങ്ങുന്ന സംഘം ഇതിനോടൊപ്പം ഉച്ചത്തിൽ ജയ് ശ്രീറാം വിളിക്കുകയും ചെയ്തു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്.
ആലപ്പുഴ ചാരമൂട്ടിൽ കരോൾ സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി. കുട്ടികളും സ്ത്രീകളും അടക്കം ആക്രമിക്കപ്പെട്ടു. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ക്ലബ്ബുകൾ തമ്മിലുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണമായത് എന്നതാണ് പോലീസ് പറയുന്നത്. കൈവച്ച് ഇടിച്ചത്, നെഞ്ചത്ത് ഇടിച്ചത്, അത് കഴിഞ്ഞ് ഒന്ന് തോളയിലിടിച്ച്, അത് കഴിഞ്ഞ് കാലുക്കി ചവിട്ടി. തൃശൂരിൽ കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപിയെ പരസ്യമായി വിമർശിച്ച കോൺഗ്രസ് കൗൺസിലർ. നമ്മൾ ഇവിടെ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഉത്തരേന്ത്യക്കാർ ക്രിസ്തുമസ് ആഘോഷിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണെന്ന് കോൺഗ്രസ് കൗൺസിലർ ബൈജു വർഗീസ് പറഞ്ഞു. യേശു നേരിട്ടതിനേക്കാൾ വലിയ സഹനം അവർ നേരിടുന്നുവെന്നും കൗൺസിലർ പറഞ്ഞു. എന്നാൽ കൗൺസിലർ തെറ്റിദ്ധാരണ പറഞ്ഞു പരത്തുന്നു എന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും ബുദ്ധിമുട്ടുന്ന കാഴ്ച ഇന്ന് നമ്മൾ പത്രങ്ങളിലേക്ക് വായിച്ചു കേട്ടപ്പോൾ നമുക്ക് നമ്മുടെ ഈ ആഘോഷങ്ങൾക്ക് നമുക്ക് ഇത് ആഘോഷിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വലിയ സന്തോഷം നമുക്കുണ്ടെങ്കിൽ തന്നെ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പല വാർത്തകളുമാണ് ഇന്ന് പത്രമാധ്യമങ്ങളിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ക്രിസ്തുവാണ് ഏറ്റവും വലിയ സഹനവും ഏറ്റവും വലിയ പ്രയാസങ്ങളിൽ കൂടി കടന്ന് ക്രിസ്തു കാലിത്തൊഴുത്തിൽ ജനിച്ചപ്പോൾ ക്രിസ്തുവാണ് ഏറ്റവും വലിയ സഹനം സഹിച്ചതെന്നാണ് നമുക്കെല്ലാം മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരുമാണ് ക്രിസ്തുവിനേക്കാളും വലിയ സഹനം സഹിക്കുന്നതെന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ മനസ്സൊന്ന് പിടഞ്ഞു പോകുന്ന ഒരു സന്ദർഭം കൂടിയുണ്ട്. നിങ്ങൾക്ക് വേറെ ഉദാഹരണമൊന്നും വേണ്ട. ഇപ്പോൾ ആരെങ്കിലും തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അവിടെ ഒരു ക്രിസ്തീയ വിശ്വാസിയെ പോലെ തന്നെ വീട് ഇതുപോലെ ദീപാലങ്കൃതമാക്കിയിരിക്കുന്ന എൻ്റെ വീട് നിങ്ങൾക്ക് വീഡിയോഗ്രാഫി ചെയ്തുകൂടെ കാണിക്കാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. ഞാൻ വെല്ലുവിളിക്കുക വ്യക്തികൾ. പിന്നെ ഈ ഉത്തരേന്ത്യയിൽ ആരൊക്കെയാണ് ഈ ഡ്രാമയെല്ലാം കാട്ടിക്കൂട്ടുന്നത്, അതെന്തിനു വേണ്ടിയാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോട് തന്നെ അവിടെ ചോദിച്ചാൽ നമുക്ക് ഫുൾ ടെക്സ്റ്റ് ഓഫ് ദി ഹിസ്റ്ററി ഓഫ് സച്ച് ഹാപ്പനിങ്സ് ഇൻ മൈ കൺട്രി, യോർ കൺട്രി. ഇതെല്ലാം രാഷ്ട്രീയ വൽക്കരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിൽ നയിക്കാനേ പാടില്ല. എല്ലാറ്റിനും ഒരു കാരണമുണ്ടാകും. ആ കാരണം ആര് സൃഷ്ടിച്ചു, ആ കാരണത്തിൽ ഗുണം കൊയ്യണമെന്ന് ആര് വിചാരിച്ചു, അവരുടെ വിക്രികൾ മാത്രമായിരിക്കും. ഞാൻ ഇങ്ങനെ വന്നൊരു മറുപടി പറയുന്നത് പോലും ഈ ഒരു ഒക്കേഷൻ ഒരിക്കലും യോജിച്ചതല്ല. അതിനകത്ത് ശ്രീ ബൈജുവിന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനും അദ്ദേഹത്തോട് അത് ഞാൻ തുടങ്ങി വച്ചതല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. വീട്ടിൽ ലൈറ്റ് ഇട്ടതുകൊണ്ട് മാത്രം മതമൈത്രിയാകില്ല. സുരേഷ് ഗോപിയുടെ ഹൃദയത്തിലാണ് വെളിച്ചം വരേണ്ടതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം എല്ലാവരും കാണുന്നതാണെന്നും കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് നേരെയാക്കട്ടെയെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ബഹുമാനനായ തൃശ്ശൂരിൻ്റെ MP സുരേഷ് ഗോപി ഇന്നലെ ഞങ്ങളുടെ കൗൺസിലർ പ്രസംഗിച്ചതിന് മറുപടിയായി എൻ്റെ വീട്ടിലേക്ക് വന്നു നോക്കിയാൽ എൻ്റെ വീട് പിന്നെ അലങ്കരിച്ചിരിക്കുന്നു, നക്ഷത്രമിട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് കാണാം മതമൈത്രിയുടെ സന്ദേശം. പക്ഷേ സുരേഷ് ഗോപി വീട്ടിൽ ലൈറ്റ് ഇട്ടതുകൊണ്ട് മതമൈത്രിയാവില്ല. സുരേഷ് ഗോപിയുടെ ഹൃദയത്തിലാണ് വെളിച്ചം വരേണ്ടത്. എന്നാൽ മാത്രമാണ് മതമൈത്രി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത്രയും കാഴ്ചയുള്ള കണ്ണാണെന്നാണ് ഞാൻ വിശ്വസിച്ചത് സുരേഷ് ഗോപിക്ക്. പട്ടാപ്പകൽ ഇത്ര വലിയ അക്രമം നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്നിട്ട് അതൊക്കെ കൗൺസിലറിൻ്റെ പാർട്ടിക്കാരൻ ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ വളരെ സഹതാപം തോന്നുകയാണ്. അപ്പം കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കട്ടെ. ആർക്കും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാതിരിക്കട്ടെ. ക്രിസ്മസ് ദിനത്തിൽ എൻ്റെ പ്രാർത്ഥന അതാണ്. അതോടൊപ്പം തന്നെ വീട്ടിൽ ലൈറ്റ് തെളിയിക്കുന്നതിനൊപ്പം ഹൃദയത്തിൽ കൂടെ ലൈറ്റ് തെളിയിക്കാൻ ബഹുമാന്യനായ തൃശ്ശൂർ MP സുരേഷ് ഗോപി തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ ക്രിസ്മസ് ദിനത്തിൽ ആദ്യമേ പറയാനുള്ളത്. ഇടവേള. സഫൈ 7 അൾട്രാ വെതർ കെയർ. വർഷങ്ങൾ കഴിഞ്ഞാലും പെയിന്റിംഗ് ഇന്നലെ കഴിഞ്ഞതുപോലെ.
മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ലാസർ ചേട്ടൻ, നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി, ധനലക്ഷ്മി, ധനകാര്യത്തിന് ധനലക്ഷ്മി. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളി രാത്രി 8 മണി മുതൽ ജനുവരി 13 ചൊവ്വ രാത്രി 8 മണി വരെ. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 16 മുതൽ ആരംഭിക്കുന്നു. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. My G Future. Experience the next. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദ വെർസറ്റൈൽ ജ്വല്ലറി. KSF-യുടെ പുതിയ ഹാർമണി ചുറ്റിയുണ്ട്. ഉടനെ നീ അതിൽ ചേരണം. KSF, ഈ നാടിന്റെ ധൈര്യം. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിലേ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. ജെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. Hurix Google TV by CJ Smart. സതേൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ്സ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി ലിമിറ്റഡ്. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ഫാമിലി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി. കോൾ 9188606060. മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഹെയറോക്രാഫ്റ്റ്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. സെൽസർ സെപ്റ്റിക് ടാങ്ക്, ഒരിക്കലും പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. Aquila Finance, the legacy of trusted service since 1995. Nisra Golden Diamonds, Kalpaga Building, Bypass Road, Kondoti. Make this a solar-powered Christmas with a light pudding cakes. കേരള വിഷന്റെ 3ാമത് ടെലിവിഷൻ അവാർഡ് വിതരണവും മെഗാഷോയും നാളെ. എറണാകുളം അങ്കമാലി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി. വൈകിട്ട് നടക്കുന്ന അവാർഡ് വിതരണ ചടങ്ങിൽ സിനിമ, സീരിയൽ രംഗത്തെ പ്രതിഭകളും പുരസ്കാര ജേതാക്കളും സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. തുടർന്ന് മ്യൂസിക്കൽ നൈറ്റും വർണ്ണാഭമായ മെഗാഷോയും നടക്കും. വാർത്താ സംപ്രേക്ഷണ രംഗത്ത് വിജയകരമായ 4ാം വർഷത്തിലേക്ക് മുന്നേറുന്ന കേരള വിഷൻ ന്യൂസിന്റെ വാർഷിക കൺവെൻഷൻ നാളെ നടക്കും. എറണാകുളം അങ്കമാലി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ രാവിലെയാണ് പരിപാടി. ടൂറിസം രംഗത്തേക്ക് കൂടിയുള്ള കേരള വിഷന്റെ പ്രവേശനവും കൺവെൻഷനിൽ തുടക്കമാകും. കേരള വിഷൻ KTDC ടൂറിസം ലോക പ്രകാശനം, വെബ് ആപ്ലിക്കേഷൻ ഉദ്ഘാടനവും വാർഷിക കൺവെൻഷനിൽ നടക്കും. ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട വെബ് ആപ്ലിക്കേഷന്റെ ലോഞ്ചിംഗ് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ലോഗോ പ്രകാശനം നിർവഹിക്കുക സിനിമാ താരം നരേനാണ്. പ്രൊമോഷൻ വീഡിയോയുടെ പ്രകാശനം സഫാരി ചാനൽ MD സന്തോഷ് ജോർജ് കുളങ്ങര നിർവഹിക്കും. പാലക്കാട് വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഷാജിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. കേസിൽ ഇതുവരെ 8 പേരാണ് പിടിയിലായത്. ഒളിവിൽ പോയവരെ പറ്റി പോലീസിന് സൂചന ലഭിച്ചതായാണ് വിവരം. കഴിഞ്ഞ 17-നായിരുന്നു ഛത്തീസ്ഗഡ് സ്വദേശിയായ രാം നാരായണനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. മോഷ്ടാവാണെന്നും ബംഗ്ലാദേശ് കുടിയേറ്റക്കാരനാണെന്നും ആരോപിച്ചായിരുന്നു മർദ്ദനം. ശരീരമാസകലം മുറിവുകളുമായി രാം നാരായണനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. പ്രതികൾ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു.
വീണ്ടും വിവാദ പോസ്റ്റുമായി നടൻ വിനായകൻ. സിനിമാ ഷൂട്ടിനിടെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിനായകൻ കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടിരുന്നു. ഇതിന് പിന്നാലെ വിനായകനെതിരെ വന്ന കമന്റുകൾക്കുള്ള മറുപടിയാണ് വിനായകന്റെ പുതിയ FB പോസ്റ്റ്. വിവരമുണ്ടെന്ന ധാരണയിൽ വിവരമില്ലാത്തവന്മാരെ വിശ്വസിച്ച് ചെയ്ത ജോലിക്കിടയിൽ പറ്റിയ പരിക്കാണെന്നും വിനായകൻ ചത്താലും ജീവിച്ചാലും ഈ ലോകത്ത് ഒന്നും സംഭവിക്കാനില്ലെന്നും വിനായകൻ കുറിച്ചു. രാക്കും കാപട്യത്തിന്റെ സഹതാപവും ഇങ്ങോട്ട് വേണ്ട. അഹംഭവിച്ചവനല്ല, അഹങ്കരിച്ചവനാണ് വിനായകൻ. കാലം എന്നെ കൊല്ലുന്നതുവരെ ഞാൻ സംസാരിച്ചു കൊണ്ടേയിരിക്കുമെന്നും വിനായകൻ കുറിച്ചു. ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിച്ചത്. മധ്യലഗിരിയിൽ സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച വാഹനം കാൽനട യാത്രക്കാരനെ ഇടിച്ചു. ലോട്ടറി വിൽപ്പനക്കാരനായാണ് കാർ ഇടിച്ചത്. സിദ്ധാർത്ഥിനെതിരെ പോലീസ് കേസെടുത്തു. കോട്ടയം നട്ടകത്ത് രാത്രിയിലായിരുന്നു അപകടം. അപകടശേഷം നാട്ടുകാരെയും പോലീസുകാരെയും സിദ്ധാർത്ഥ ആക്രമിച്ചുവെന്നതാണ് റിപ്പോർട്ട്. ബലം പ്രയോഗിച്ചാണ് സിദ്ധാർത്ഥിനെ കസ്റ്റഡിയിലെടുത്തത്. ദൈവം, നിയമം, കോടതി ഞങ്ങൾ വഴി വന്നേ നീ എന്നെ എന്നെ പോക്ക എല്ലാ പുള്ളിനെ ഇടിച്ചിട്ട് നൈജീരിയയുടെ വടക്ക് കിഴക്കൻ നഗരമായ മൈഡുഗുരിയിലെ മുസ്ലിം പള്ളിയിലുണ്ടായ സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. നിസ്കാരത്തിനായി വിശ്വാസികൾ മദ്രസയിലെത്തിയ സമയത്തിലായിരുന്നു സംഭവം. ചാവേർ ആക്രമണമെന്നതാണ് സംശയിക്കുന്നത്. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ല. മരണസംഖ്യ ഉയരാനാണ് സാധ്യത. മൈഡുഗുരി ദീർഘകാലമായി കലാപ കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ 3 വർഷമായി നഗരത്തിൽ വലിയ ആക്രമണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കോഴിക്കോട് കോടഞ്ചേരിയിൽ ഗർഭിണിയെ പൊള്ളിപ്പിച്ച കേസിൽ ആൺസുഹൃത്ത് പിടിയിൽ. പെരുവല്ലി സ്വദേശി ഷാഹിദ് റഹ്മാനാണ് പിടിയിലായത്. ലഹരിക്ക് അടിമയായ പ്രതി ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ചാണ് യുവതിയെ പൊള്ളലേൽപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ് സംശയരോഗിയായ യുവതിയെ ദേഹമാസകലം പൊള്ളിപ്പിച്ചത്. യുവാവ് പുറത്തുപോയ സമയത്ത് വാതിൽ തുറന്ന പുറത്തേക്ക് ഓടിയ യുവതി സമീപവാസികളുടെ സഹായത്തോടെയാണ് ആശുപത്രിയിലെത്തിയത്. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പാലക്കാട് മണ്ണാർക്കാട് അടുത്തുള്ള 26-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പള്ളിക്കുന്ന് വിക്ടറി സ്കൂളിലെ അധ്യാപികയായ ശ്രീപാർവതിയാണ് മരിച്ചത്. മരണകാരണം വ്യക്തമല്ല. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പാലക്കാടാണ് ഒരു സ്കൂൾ അധ്യാപിക മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പാലക്കാട് മണ്ണാർക്കാടിനടുത്ത് 26-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. പള്ളിക്കുന്ന് വിക്ടോറിയ സ്കൂളിലെ അധ്യാപികയായ ശ്രീപാർവതിയാണ് മരിച്ചിരിക്കുന്നത്. 26-കാരി ശ്രീപാർവതിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മരണകാരണം എന്താണ് എന്ന ഒരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും എന്നതാണ് അറിയുന്നത്. എന്തായാലും മരണകാരണം എന്താണ് എന്നൊരു കാര്യത്തിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ല. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മലപ്പുറം എടക്കരയിൽ നിരോധിത ലഹരി ഉൽപ്പന്നവുമായി ഒരാൾ പിടിയിൽ. മണിമൂലയിൽ കച്ചവടം നടത്തുന്ന സഫീഖലിയാണ് വഴിക്കടവ് പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് 345 പാക്കറ്റ് ഹാൻസ പിടികൂടി. ക്രിസ്മസ് പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായാണ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. മലപ്പുറം എടക്കരയിലാണ് നിരോധിത ലഹരി ഉൽപ്പന്നവുമായി ഒരാൾ പിടിയിലായിരിക്കുന്നത്. മണിമൂലയിൽ കച്ചവടം നടത്തുന്ന സഫീഖ് അലിയാണ് വഴിക്കടവ് പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് 345 പാക്കറ്റ് ഹാൻസ് ആണ് പിടികൂടിയത്. പ്രധാനമായും ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായി നടത്തിയ
പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി സംസ്ഥാനത്ത് ക്രൈസ്തവ വിശ്വാസികൾ. ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നടന്ന ക്രിസ്തുമസ് ദിന ശുശ്രൂഷകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജേനെറ്റോ നേതൃത്വം നൽകി. ക്രൈസ്തവ വിശ്വാസികൾക്കെതിരായ ആക്രമണങ്ങൾ രാജ്യത്ത് സംഘടിതമായി വർദ്ധിച്ചു വരികയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമിക്സ് ഭാവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് ദേവാമാതാ കത്തീഡ്രൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ തിരുപ്പിറവി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. CBCI അധ്യക്ഷനും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ തിരുപ്പിറവി കർമ്മങ്ങൾക്ക് കാർമ്മികത്വം നൽകി. സീറോ മലബാർ സഭ ആസ്ഥാനമായ കൊച്ചി മൗണ്ട് സെന്റ് തോമസ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തിരുപ്പിറവി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജാതി മത ഭേദമന്യേ എല്ലാവരും പുൽക്കൂടും ക്രിസ്തുമസും ഏറ്റെടുത്തുവെന്നും നന്മയുടെ തീർത്ഥാടകരാകാൻ എല്ലാവർക്കും കഴിയണമെന്നും അദ്ദേഹം ആശംസിച്ചു. ഇനി സന്നിധാനത്തേക്ക്. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. സന്നിധാനത്ത് ഈ സീസണിൽ ഇതുവരെ 7 ലക്ഷത്തിലേറെ പേർക്ക് സൗജന്യ ഭക്ഷണമൊരുക്കി സന്നിധാനത്തെ ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപം. ഇക്കുറി കേരളീയ സദ്യ ഉൾപ്പെടുത്തിയത് സന്നിധാനത്തിന്റെ രുചി കൂട്ടി. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് സദ്യ നൽകുന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ 20,000-ലേറെ പേരാണ് അന്നദാന മണ്ഡപത്തിലെത്തിയത്. മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപം ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള അന്നദാന മണ്ഡപത്തിൽ 800 പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. രാവിലെ 6:30 മുതൽ 11:30 വരെ പ്രഭാത ഭക്ഷണം, 12 മുതൽ 3:30 വരെ ഉച്ചഭക്ഷണം, വൈകിട്ട് 6:30 മുതൽ 11:30 വരെ അത്താഴം എന്നിങ്ങനെയാണ് ഭക്ഷണ സമയം. ദിനം പ്രതി ശരാശരി 20,000 പേർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. പ്രഭാത ഭക്ഷണത്തിനും അത്താഴത്തിനുമാണ് കൂടുതൽ പേരെത്തുന്നത്. ഉച്ചഭക്ഷണത്തിന് ശരാശരി 5,000 പേരുണ്ടാകും. സന്നിധാനത്തെത്തിയ ഭക്തരിൽ നിന്നും അന്നദാനത്തിന് ഇതുവരെ ലഭിച്ച സംഭാവന 1.97 കോടി രൂപയാണെന്നും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു പറഞ്ഞു. നട തുറക്കുന്നത് മുതൽ എല്ലാ ദിവസവും ഇത്രയും പേർ എത്തുന്നുണ്ടെങ്കിലും സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കാൻ ദേവസ്വം ബോർഡും ജീവനക്കാരും നിഷ്കർഷത പുലർത്തുന്നുണ്ട്. ഓരോ നേരത്തെയും ഭക്ഷണത്തിന്റെ ഇടവേളകളിൽ ഊൺമേശം നീക്കിയതിനു ശേഷം ഫ്ലോർ ക്ലീനർ യന്ത്രം ഉപയോഗിച്ച് തറ വൃത്തിയാക്കും. ഭക്ഷണം കഴിക്കുന്നവർ തന്നെ പാത്രം വൃത്തിയാക്കുന്നതിന് പുറമെ ഇലക്ട്രിക് ഡിഷ് വാഷർ ഉപയോഗിച്ച് പാത്രം കഴുകി വൃത്തി ഉറപ്പുവരുത്തും. 3 ഷിഫ്റ്റുകളിലായി 245 പേരെയാണ് ഭക്ഷണമൊരുക്കൽ, വിളമ്പൽ, ശുചിയാക്കൽ ജോലികൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,765 രൂപ, പവന് 1,02,120 രൂപ.
സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,570 രൂപ, പവന് 84,560 രൂപ. വെള്ളി ഗ്രാമിന് 230 രൂപ, കിലോയ്ക്ക് 2,30,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Kavita Gold and Diamonds, the versatile jewelry. തിരുവനന്തപുരം തൂങ്ങാംപാറയിൽ കുടുംബ വഴക്കിനിടെ യുവാവിന് വെടിയേറ്റു. തൂങ്ങാംപാറ സ്വദേശി അജിത്തിനാണ് എയർഗൺ കൊണ്ട് വെടിയേറ്റത്. അജിത്തിന്റെ സഹോദരി ഭർത്താവ് സജീവനാണ് വെടിവെച്ചത്. വെടിയേറ്റ അജിത്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെടിയുതിർത്ത സജീവിന്റെ പ്രതികരണം കേരള വിഷൻ ന്യൂസിലേക്ക്. ആ പ്രതികരണത്തിലേക്ക്. നിങ്ങളെ ഒരു ഉപദ്രവിക്കാൻ ചെയ്യാൻ വേണ്ടി അവന്റെ കയ്യിൽ വാളുണ്ട്, അവന്റെ കയ്യിൽ 2-3 വാളുണ്ട്, MDMA എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നെ എന്തും നിരന്തരം എന്റെ വണ്ടിയിലെ സ്ക്രൂ എല്ലാം കയറ്റാണ് എന്റെ ടയറിൽ. നിങ്ങൾ വാളെടുത്ത് ഉപയോഗിച്ചു. ആ സമയത്താണ് നിങ്ങൾ വെടിവെച്ചത്. ഗതി കെട്ടിട്ടാണ് ചെയ്തത്. പാലക്കാട് ത്രിതാലയിൽ പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ 50കാരൻ മരിച്ചു. കപൂർ സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. വീടിന് സമീപത്ത് നിന്ന് മീൻ പിടിച്ച് തിരികെ വരുമ്പോൾ പുല്ലിനിടയിൽ പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിയിൽ തട്ടിയാണ് ഷോക്കേറ്റത്. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രദേശത്ത് വൈദ്യുതി കമ്പി പൊട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായെന്നും അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ഇടവേള. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛാ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. KSFE, ഈ നാടിന്റെ ധൈര്യം. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിലേ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. സമ്മർ ഇൻ ബെത്ലഹേം തിരുമുല്ലവാരം ഫെസ്റ്റ്. കൗതുകം, സന്തോഷം, അത്ഭുതം. കൊല്ലം തിരുമുല്ലവാരത്ത് 2 ഏക്കറിൽ ഒരുക്കിയ സ്നോ ഗ്രാമത്തിൽ ആർട്ടിഫിഷ്യൽ സ്നോ, റോയൽ ബ്രിട്ടീഷ് പരേഡ്, യൂറോപ്യൻ കൾച്ചറൽ ഷോ, യൂറോപ്യൻ ഫുഡ് ഫെസ്റ്റ്, ഫ്ലെമിംഗോ ഡാൻസ് എന്നിങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. എല്ലാം ഒരുമിക്കുന്ന ഈ മാസ്മരിക ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9495329847. ചേച്ചി, ഹൈടെക് വീടിന് ഹൈടെക് TV. ഹ്യൂറിക്സോ? അയ്യോ വേണ്ടായിരുന്നു. എന്റെ വക ഒരു ഉഗ്രൻ ഹ്യൂറിക്സ് ഗൂഗിൾ TV. 4 വർഷം വാറന്റി അതിന്. വേണ്ടായിരുന്നു. രവി ചേച്ചി ഹായ്. ചേച്ചിയെ പോലെ തന്നെ അൾട്രാ സ്മാർട്ട് ഹ്യൂറിക്സ് ഗൂഗിൾ TV. ഫ്രീ ആയിട്ട് സ്പീക്കറും ഉണ്ട്. വേണ്ടായിരുന്നു. ഇത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള TV ആയിരുന്നു ഹ്യൂറിക്സ്. എന്നാ എനിക്കും വേണം ഒരെണ്ണം. സിമ്പിൾ അല്ലേ? cjsmart.tv വഴി വാങ്ങാം, അല്ലെങ്കിൽ CJ സ്മാർട്ട് ഷോപ്പിൽ നിന്നും വാങ്ങാം. ഹ്യൂറിക്സ് ഗൂഗിൾ TV by CJ Smart. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പത്തനംതിട്ട നഗരസഭയിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ടേം വ്യവസ്ഥ ഏർപ്പെടുത്തി. 5 വർഷം 3 പേർക്ക് വീതം വെച്ച് നൽകും. ആദ്യത്തെ 2 വർഷം സിന്ധു അനിൽ, 1 വർഷം ഗീതാ സുരേഷ്, അവസാന 2 വർഷം അംബിക വേണു അധ്യക്ഷയാകും. പന്തളം നഗരസഭയിൽ CPM-ലെ MR കൃഷ്ണകുമാരി അധ്യക്ഷയാകും. ഇന്ന് ചേർന്ന LDF യോഗത്തിലായിരുന്നു തീരുമാനം. CPI-യുടെ K മണിക്കുട്ടൻ വൈസ് ചെയർമാനാകും. അധ്യക്ഷ സ്ഥാനാർത്ഥി
ലസിത നായർ തോറ്റതോടെയാണ് പുതിയ അധ്യക്ഷയെ കണ്ടെത്തിയത്. മെഴുവേലി പഞ്ചായത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് നെജോ മെഴുവേലി പ്രസിഡന്റാകും. CPM-ൽ നിന്ന് മുൻ MLA KC രാജഗോപാൽ പ്രസിഡന്റാകാൻ മത്സരിച്ചുവെങ്കിലും പ്രതിപക്ഷ അംഗം മാത്രമായി ഒതുങ്ങുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് ആറന്മുള നിയോജകമണ്ഡലം പ്രസിഡന്റാണ് നെജോ മെഴുവേലി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് പത്തനംതിട്ട നഗരസഭയിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ടേം വ്യവസ്ഥ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5 വർഷം 3 പേർക്ക് വീതം വീതിച്ചു നൽകും എന്നതാണ് പുറത്തുവരുന്ന വിവരം. എന്തായാലും ആദ്യത്തെ 2 വർഷം സിന്ധു അനിലാണ്, 1 വർഷം ഗീതാ സുരേഷ്, അവസാന 2 വർഷം അംബിക വേണു അധ്യക്ഷയാകും. എന്തായാലും പത്തനംതിട്ട നഗരസഭയെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ വലഞ്ചുഴി കുമ്പഴ പ്രദേശങ്ങളിലാണ് ഈ ഗീതാ സുരേഷും അംബിക വേണുവും പ്രധാനമായും മത്സരങ്ങളിൽ നിരവധി തവണ സ്ഥാനാർത്ഥികളായി നിന്നിരിക്കുന്നത്. എന്തായാലും ആദ്യത്തെ 1 വർഷം സിന്ധു അനിലിനും 1 വർഷം ഗീതാ സുരേഷിനും, വലഞ്ചുഴി വാർഡിൽ മത്സരിച്ച ഗീതാ സുരേഷിനും അവസാന 1 വർഷം കുമ്പഴ തുണ്ടമൺ വാർഡിൽ മത്സരിച്ച അംബിക വേണുവും അധ്യക്ഷയാകും. പന്തളം നഗരസഭയിൽ CPM-ൽ MR കൃഷ്ണകുമാരി അധ്യക്ഷയാകും. ഇന്ന് ചേർന്ന LDF യോഗത്തിലായിരുന്നു തീരുമാനം. CPI-യുടെ K മണിക്കുട്ടൻ വൈസ് ചെയർമാനാകും. അധ്യക്ഷ സ്ഥാനാർത്ഥി ലസിത നായർ തോറ്റതോടെയാണ് പുതിയ അധ്യക്ഷയെ കണ്ടെത്തിയത്. മെഴുവേലി പഞ്ചായത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് നെജോ മെഴുവേലി പ്രസിഡന്റാകും. CPM-ൽ നിന്ന് മുൻ MLA KC രാജഗോപാൽ പ്രസിഡന്റാകാൻ മത്സരിച്ചുവെങ്കിലും പ്രതിപക്ഷ അംഗം മാത്രമായി ഒതുങ്ങുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് ആറന്മുള നിയോജകമണ്ഡലം പ്രസിഡന്റാണ് നെജോ മെഴുവേലി. ക്രിസ്തുമസ് ദിനത്ത് കോഴിക്കോട് മുക്കത്ത് KSRTC ബസിന്റെ ഡീസൽ തീർന്ന യാത്ര താൽക്കാലികമായി മുടങ്ങി. രാത്രി 11 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വയനാട് ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന മിന്നൽ ബസ്സാണ് ഡീസൽ തീർന്ന് റോഡിൽ നിന്ന് തുടർന്ന് തിരുവമ്പാടി ഡിപ്പോയിൽ നിന്ന് ഡീസൽ എത്തിച്ചാണ് യാത്ര തുടർന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. മറ്റ് വാഹനങ്ങളിൽ കയറി യാത്ര തുടരാൻ യാത്രക്കാർ തയ്യാറായില്ല. തുടർന്നാണ് ഡിപ്പോയിൽ നിന്ന് ഡീസൽ എത്തിച്ച യാത്ര പുനരാരംഭിച്ചത്. കണ്ണൂരിൽ റീൽസ് ചിത്രീകരിക്കാൻ ട്രെയിൻ നിർത്തിച്ച 2 +2 വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. പുലർച്ചെ തലശ്ശേരിക്കും മാഹിക്കുമിടയിലായിരുന്നു സംഭവം. എറണാകുളം പൂനെ എക്സ്പ്രസ് ആണ് നിർത്തിച്ചത്. പാളത്തോട് ചേർന്ന് നിന്ന ചുവന്ന നിറത്തിലുള്ള ലൈറ്റ് അടിച്ചതിനെ തുടർന്ന് ട്രെയിൻ അടിയന്തരമായി നിർത്തുകയായിരുന്നു. ഇരുവരെയും കണ്ണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയെ കണ്ടതായി നാട്ടുകാർ. പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം കടുവ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. കൊല്ലപ്പെട്ട ഇടത്തു നിന്ന് 1.5 കിലോമീറ്റർ അകലെയാണ് വീണ്ടും കടുവ സാന്നിധ്യം കണ്ടെത്തിയത്. 1-ൽ കൂടുതൽ കടുവകളുടെ കാൽപ്പാടുകൾ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. പങ്കുവയ്ക്കലിന്റെ ആഘോഷമായ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ കേക്ക് വിതരണം നടത്തി. കോഴഞ്ചേരി തെക്കേമല YMCയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലെ രോഗികൾക്കും കിടപ്പുകാർക്കുമാണ് കേക്ക് വിതരണം നടത്തിയത്. ക്രിസ്മസ് ലോകമെമ്പാടും ആഘോഷിക്കുമ്പോൾ യഥാർത്ഥ കരങ്ങളിലേക്കാണ് ആ പങ്കുവയ്ക്കൽ എത്തിച്ചേർന്നിട്ടുള്ളത്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കോഴഞ്ചേരി തെക്കേമല YMCയുടെ നേതൃത്വത്തിലാണ് ക്രിസ്മസ് കേക്കുകൾ വിതരണം നടത്തിക്കൊണ്ട് ക്രിസ്മസിൽ പങ്കാളിയായത്. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വർഷങ്ങളായി കോഴഞ്ചേരി തെക്കേമല YMCA നമ്മുടെ ഈ പത്തനംതിട്ടയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യമായി കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇതിന്റെ സംഘാടകൻ കൂടിയായ ജോമൻ അല്ലേ? തെക്കേമല YMCയുടെ സ്വാന്തന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രവർത്തനം ഇവിടെ നടത്തിയത്. നിരവധി കാലമായി ജില്ലാ ആശുപത്രി ഉൾപ്പെടെ
ബാക്കി സ്വാന്തന പദ്ധതികൾ കൃത്യമായി ചെയ്തു വരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടിയപ്പോൾ ആലോചിച്ചത് ക്രിസ്മസ് ദിനത്തിൽ എങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, ക്രിസ്മസിന് എങ്ങനെയാണ് എല്ലായിടത്തും ആഘോഷങ്ങൾ നടക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കൊപ്പവും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഇവിടുത്തെ സ്റ്റാഫിനൊപ്പവും നമുക്ക് ഇവിടെ ഒത്തുകൂടാമെന്നുള്ള ഒരു ആലോചന ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് പ്രസിഡന്റ് ബാബു കൈതവന, പ്രൊജക്ട് ഡയറക്ടർ ശാന്തൻ കൊച്ചുകൊണ്ടിയിൽ, വർഗീസ് കുട്ടി, രാജു ചാരമ്പറമ്പിൽ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഞങ്ങൾ ആലോചിച്ച് അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ പരിപാടി നടന്നത്. ക്രിസ്തു അശരനെ ചേർത്ത് പിടിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ് YMCA തെക്കേമല ചെയ്തിട്ടുള്ളത്. YMCAയുടെ തന്നെ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം തന്നെ ക്രിസ്തീയ ദൗത്യം സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത്. YMCAയുടെ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ YMCA ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്. എന്നാൽ ലോകത്തിൽ വളരെയധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു പോകുമ്പോൾ YMCA അവിടെ ഒരു ദീപമായി ശോഭിക്കുവാൻ ഉള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തെക്കേമല YMCA പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 15 വർഷങ്ങളായി ഞങ്ങൾ ഈ പ്രദേശത്ത് വിവിധതരങ്ങളായ സാന്ത്വന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. അത് ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഞങ്ങളെ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതല്ല, പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ വളരെ അഭിമാനിക്കുക. പ്രത്യേകിച്ച് ഈ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ വളരെയധികം പ്രവർത്തനങ്ങളിലൂടെ പ്രവർത്തിച്ചു. എന്നാൽ ഇപ്പോൾ ഇവിടെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണമൊക്കെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ ഇല്ലാതെയായിരിക്കുകയാണ്. ഇവിടെ നല്ലൊരു ഉദ്യാനം നിർമ്മിച്ചു നൽകുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എല്ലാ ഉത്സവ വേളകളിലും ഇവിടുത്തെ പാലിയേറ്റീവ് കെയറിലുള്ള രോഗികൾക്ക് വേണ്ട എല്ലാവിധമായ സാന്ത്വന ശുശ്രൂഷകൾ നൽകുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴഞ്ചേരിയുടെ പ്രദേശത്ത്, ഞങ്ങളുടെ ചുറ്റുപാടുള്ള പ്രദേശത്ത് ഭവനരഹിതർക്ക് ഭവനം നൽകി, അതുപോലെ വിദ്യാഭ്യാസത്തിന് സഹായം അർഹിക്കുന്ന ആളുകൾക്ക് സഹായം നൽകി, രോഗികൾക്ക് മരുന്നുകൾ വിതരണം ചെയ്തും ഒക്കെ ഞങ്ങൾ പ്രവർത്തിക്കുവാൻ ഈ നാളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. വ്യക്തി താല്പര്യങ്ങളൊന്നുമില്ലാതെ, രാഷ്ട്രീയമില്ലാതെ, മറ്റൊരു യാതൊരു വിധമായ താല്പര്യമില്ലാതെ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. തുടർന്നും അങ്ങനെ പ്രവർത്തിക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനെല്ലാവരുടെയും സഹായവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ആരൊക്കെയാണ് പങ്കെടുത്ത വിശിഷ്ട ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പഞ്ചായത്തിന്റെ കോഴഞ്ചേരി ഡിവിഷൻ അംഗം അനീഷ് വരിക്കണ്ണാമല, ഗീവറീസ് റംബാച്ചൻ, അത് ഞങ്ങളുടെ YMCAയുടെ ഉപരക്ഷാധികാരിയാണ് ജോൺ തോമസ് അച്ഛൻ ഉൾപ്പെടെ പ്രധാന ആൾക്കാരെല്ലാം പങ്കെടുത്തു. അനീഷ് വരിക്കണ്ണാമല 27-ാം തീയതി വൈസ് പ്രസിഡന്റ് ആകുകയാണ് ജില്ലാ പഞ്ചായത്തിന്റെ. അങ്ങനെ എല്ലാം നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ തന്നു. ഡോക്ടർമാരുൾപ്പെടെ എല്ലാവരുടെയും സഹകരണം നമുക്കുണ്ടായിരുന്നു. തുടർന്നുള്ള പദ്ധതികൾ വീണ്ടും ഉണ്ടാകുമല്ലോ. തുടർന്ന് പദ്ധതികൾ ഞങ്ങൾ YMCAയി കോഴഞ്ചേരി ഈ മരിച്ച പ്രദേശങ്ങളിലുമായി ചെയ്യാൻ പ്രൊജക്ട് ഡയറക്ടർ ശാന്തൻ കൊച്ചുകൊണ്ടിയിൽ അതിനെപ്പറ്റി. ക്രിസ്മസ് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പങ്കിടലിന്റെയും അവസരമാണ്. തെക്കേമല YMCA 2025 ആണ്ടിലെ ക്രിസ്മസിനോട് ചേർന്ന് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലുള്ള രോഗികളെയും അവരുടെ കൂട്ടിരിപ്പുകാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാനാണ് തീരുമാനിക്കുകയും അവർക്ക് ക്രിസ്മസിൻ്റെതായിട്ടുള്ള കേക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു. തുടർന്നും ഈ ജില്ലാ ആശുപത്രിയിലെ സ്വാന്തന രംഗങ്ങളിലും മറ്റ് സഹായ ആവശ്യമുള്ള രംഗങ്ങളിലും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് തെക്കേമല YMCA തീരുമാനിച്ചിട്ടുണ്ട്. അനേക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തെക്കേമല YMCA നടത്താറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ ആശുപത്രിയുടെ പുനരുദ്ധാരണ പ്രക്രിയയ്ക്ക് ശേഷം വേണ്ടതായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യാൻ തെക്കേമല YMCA തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് നിൽക്കുന്ന കോഴഞ്ചേരി YMCA ആണ് മാതൃകാപരമായി ക്രിസ്മസ് ദിനത്തിലും കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കൊപ്പം ജില്ലാ ആശുപത്രിയിൽ പങ്കെടുത്തത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. ഇടവേള. ലാസർ ചേട്ടൻ, നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്.
ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി, ധനലക്ഷ്മി, ധനകാര്യത്തിന് ധനലക്ഷ്മി. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ഹെയർ കെയർ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും എഫിഷ്യൻസി, പ്രൊഫഷണലിസം മറ്റേ ഒരാൾക്കും നൽകാനാവില്ല. 19 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഹെയറോക്രാഫ്റ്റ് ഇന്ന് 23 ബ്രാഞ്ചസ് ആയിട്ട് ഓൾ ഓവർ ഇന്ത്യ പ്രവർത്തിക്കുകയാണ്. മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഹെയറോക്രാഫ്റ്റ്. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്, തലശ്ശേരി അതിരൂപതയുടെ സംരംഭം, കുന്നോത്ത്, ഇരിട്ടി. നിരവധി അനവധി സമ്മാനങ്ങളുമായി കേരളം കാത്തിരിക്കുന്ന ബമ്പർ ഇതാ എത്തിക്കഴിഞ്ഞു. മൈജി ക്രിസ്മസ് ബമ്പർ സമ്മാനം 10 ലക്ഷം രൂപ. ഒരു ഭാഗ്യശാലിക്ക് ഏറ്റവും കുറഞ്ഞ ക്രിസ്മസ് വിലയിൽ ഷോപ്പ് ചെയ്യാനും ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ. മൈജി ക്രിസ്മസ് ബമ്പർ ഡിസംബർ 1 മുതൽ ജനുവരി 5 വരെ. അക്വില ഫിനാൻസ്, ദ ലെഗസി ഓഫ് ട്രസ്റ്റഡ് സർവീസ് സിൻസ് 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ്, നമ്മളോടൊപ്പം കേരളത്തിൽ. ആടാനും പാടാനും കൂടാനും ചാടാനും പറ്റിയാൽ ചാടിക്കാനും കേരളത്തിന്റെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷം എവിടെ? കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വയനാട് ടൂറിസവും ബോച്ചെ 1000 ഏക്കർ ലേബർ വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായി വയനാട്ടിലെ ബോച്ചെ 1000 ഏക്കറിൽ വെച്ച് ഡിസംബർ 23 മുതൽ ജനുവരി 4 വരെ ദിവസവും 4 മണി മുതൽ വയനാട് ടൂറിസം കാർണിവൽ നടത്തുന്നു. അപ്പൊ നമുക്ക് 31-ന് വേടനും ഗൗരി ലക്ഷ്മിക്കൊപ്പം അടിച്ചു പൊളിക്കാം. ഏർലി ബേർഡ്സ് ടിക്കറ്റുകൾ ഇപ്പോ ബുക്ക് മൈ ഷോയിൽ ലഭ്യമാണ്. കൂടാതെ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ ഉടനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ ഏറ്റവും വലിയ പാപ്പാനിയ കത്തിക്കലും വെടിയും പുകയുമായി നമുക്കൊന്ന് അർമാദിക്കല്ലേ. പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ. അവ ശ്രദ്ധാപൂർവം ശേഖരിച്ച് 450-ലേറെ ആധികാരിക ആയുർവേദ ഔഷധങ്ങളാക്കി മാറ്റുന്നു ഔഷധി. രാജ്യമൊട്ടാകെ സാന്നിധ്യം. ഔഷധി ഔഷധമാണ്, അത്ഭുതമല്ല. ഒരു കേരള സർക്കാർ സ്ഥാപനം. Golden Diamonds, Kalpaka Building, Bypass Road, Kondoti. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളി രാത്രി 8 മണി മുതൽ ജനുവരി 13 ചൊവ്വ രാത്രി 8 മണി വരെ. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 16 മുതൽ ആരംഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ജയിക്കുകയാണെങ്കിൽ എല്ലാ അമ്മപെങ്ങന്മാർക്കും 100 പവൻ സ്വർണം സൗജന്യമായി നൽകുന്നതായി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കൂടാതെ യുവാക്കൾക്ക് സൗജന്യ പട്ടായിട്ട് ഏത് തള്ളും താങ്ങും സെൽസർ സെപ്റ്റിക് ടാങ്ക്. പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. സഫേ 7 അൾട്രാ വെതർ കെയർ. വർഷങ്ങൾ കഴിഞ്ഞാലും പെയിന്റിംഗ് ഇന്നലെ കഴിഞ്ഞതുപോലെ. എന്റെയും BLM-ന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ. നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. ഊർവശിയും ജോജോ ജോർജും ആദ്യമായി ഒന്നിച്ചഭിനയിക്കുന്ന ആശ എന്ന ചിത്രത്തിന്റെ 2ാമത്തെ മുഖചിത്രം പുറത്ത്. നിഗൂഢതകൾ അടങ്ങിയ മുഖഭാവങ്ങളുമായാണ് ഊർവശിയെയും ജോജുവിനെയും മുഖചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഐശ്വര്യ ലക്ഷ്മി, വിജയരാഘവൻ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലുണ്ട്. 5 ഭാഷകളിലാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. നവാഗതനായ സഫർ സനൽ സംവിധാനം നിർവഹിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് വിനായക അജിത്താണ്. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന ചലച്ചിത്രത്തിനു ശേഷം വിഷ്ണു ഉണ്ണികൃഷ്ണനെ നായകനാക്കി നാദിർഷ സംവിധാനം ചെയ്യുന്ന മാജിക് മഷ്റൂം എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്ത്. ചിത്രം ജനുവരി 23-ന് തിയേറ്ററുകളിലെത്തും. അക്ഷയ് ഉദയകുമാറാണ് നായിക. മജാടി ക്രിയേഷൻസിന്റെ ബാനറിൽ അഷ്റഫ് പിലാക്കൽ നിർമ്മിക്കുന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് നവാഗതനായ ആകാശ് ദേവാണ്. 4 കറി കൂട്ടി മര്യാദയ്ക്ക് ചോറുന്നാൻ അറിയാൻ മേലാത്തവനാ ഇനി പെണ്ണു കെട്ടിച്ചു കൊടുക്കാൻ പോണേ.
ചേട്ടന് ശരിക്കും എന്നാ പരിപാടി? പണിക്ക് പോണം, പ്ലാൻ ഉണ്ട്. അഴുക്ക ചെറുക്കൻ, തന്തേക്കാൾ മോശം. നിന്റെ വിഖ്യാത സംവിധായകൻ ക്രിസ്റ്റഫർ നോളന്റെ ഏറ്റവും പുതിയ ചിത്രമായ ദി ഒഡീസിയുടെ ആദ്യ ട്രെയിലർ പുറത്ത് 1 മിനിറ്റും 53 സെക്കൻഡുമുള്ള ട്രെയിലറാണ് പുറത്തുവിട്ടത്. ചിത്രത്തിൽ ഇറ്റാക്കിയിലെ രാജാവ് ഒഡീഷീസുമായി വേഷമിട്ടിരിക്കുന്നത് മാറ്റ് ഡാമനാണ്. നോളന്റെ ഇന്റർസ്റ്റെല്ലർ, ഓപ്പൻഹൈമർ എന്നീ ചിത്രങ്ങളിലും മാറ്റ് ഡാമൻ അഭിനയിച്ചിട്ടുണ്ട്. എമാ തോമസ് ആണ് നിർമ്മാതാവ്. പൂർണ്ണമായും ഐമാക്സ് ക്യാമറയിൽ ചിത്രീകരിച്ച ദി ഒഡീസി 2026 ജൂലൈ 17 തിയേറ്ററുകളിലെത്തും. കുവൈറ്റിലെ ഫൈലക്ക ദ്വീപിൽ സുപ്രധാന പുരാവസ്തു അവശിഷ്ടങ്ങൾ കണ്ടെത്തി. കുവൈറ്റ് നാഷണൽ കൗൺസിൽ ഫോർ കൾച്ചറൽ ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ഉദ്യോഗസ്ഥരാണ് ഇത് സ്ഥിരീകരിച്ചത്. 2011 മുതൽ സ്ഥലത്ത് ഖനനം നടത്തിവരുന്ന ഫ്രഞ്ച് കുവൈറ്റി പുരാവസ്തു ദൗത്യത്തിന്റെ സംയുക്ത സംഘമാണ് ഈ കണ്ടെത്തലുകൾ നടത്തിയത്. കിഴക്കൻ സിറിയക് പാരമ്പര്യം പിന്തുടരുന്ന ഒരു ക്രിസ്ത്യൻ സന്യാസവാസ സ്ഥലത്തിന്റെ നിലനിൽപ്പും AD 7-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള ആദ്യകാല ഇസ്ലാമിക കാലഘട്ടത്തിലെ വാസ്തുവിദ്യാ അവശിഷ്ടങ്ങളും ഈ കണ്ടെത്തലുകളിൽ സ്ഥിരീകരിക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സിറിയക് ഓസ്ട്രക്ക, നാണയങ്ങൾ, പെർഫ്യൂം കുപ്പികൾ, കൃത്രിമ ബസാൾട്ട് പോലുള്ള നൂതന നിർമ്മാണ വസ്തുക്കൾ എന്നിവ കണ്ടെത്തിയ പുരാവസ്തുക്കളിൽ ഉൾപ്പെടുന്നു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര. പുതുമയാർന്ന ടൂറിസം പാക്കേജുമായി കേരള വിഷൻ പുതിയ ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. ലോകമെമ്പാടുമുള്ള കാഴ്ചകൾ കാണാൻ വിവിധ പദ്ധതികളാണ് കേരള വിഷൻ ഒരുക്കുന്നത്. കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംഘടനയായ COA ഈ പുതുവത്സര വേളയിൽ പുതിയൊരു സംരംഭത്തിന് കൂടി തുടക്കം കുറിക്കുകയാണ്. വിനോദസഞ്ചാര മേഖലയിലേക്ക് നമുക്ക് പോകാനും അവിടുത്തെ വിശേഷങ്ങൾ അറിയുന്നതിനും വേണ്ടിയുള്ള ഒരു ബൃഹത്തായ സംരംഭം. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മോടൊപ്പം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി COAയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രവീൺ മോഹനൊപ്പം ചെയ്യുന്നു. സർ, എന്തൊക്കെയാണ് നമ്മുടെ പദ്ധതികൾ? എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ വിനോദസഞ്ചാര മേഖലയുമായിട്ട് നമ്മൾ ആളുകളെ എത്തിക്കാൻ ശ്രമിക്കുന്നത്? എങ്ങനെയാണ് അതിൽ ഒന്ന് പറയാമോ? കേരളത്തിൽ കേബിൾ TV മേഖലയിലും ബ്രോഡ്ബാൻഡ് രംഗത്തും ഏറ്റവും അധികം ഉപഭോക്താക്കളുമായി 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ് കേരള വിഷൻ. കഴിഞ്ഞ 30 വർഷമായി കേബിൾ TV മേഖലയുടെ സമസ്ത ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അങ്ങനെ കേരളവുമായും കേരളത്തിലെ ജനങ്ങളുമായും 3 പതിറ്റാണ്ടിൻ്റെ ബന്ധമുള്ള സംഘടനയും കമ്പനിയുമാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള വിഷനും. ഞങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇന്ന് കേരളത്തിൽ 1-ാം സ്ഥാനം നിലനിർത്തുന്നു എന്നതിനപ്പുറം രാജ്യത്ത് 4ഉം 5ഉം സ്ഥാനങ്ങളിലാണ് കേരള വിഷൻ്റെ കമ്പനികൾ. അപ്പോൾ കേബിൾ TV മേഖലയിലും ബ്രോഡ്ബാൻഡ് രംഗത്തും പ്രവർത്തിക്കുന്നതിനൊപ്പം തന്നെ ഈ മാറി വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും സാധ്യതയുള്ള മറ്റൊരു മേഖലയിലേക്ക് കൂടി കേരള വിഷൻ കാലെടുത്ത് വയ്ക്കുകയാണ്. അത് ടൂറിസം രംഗമാണ്. നമുക്കറിയാം, ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോവിഡിന് ശേഷം ജനങ്ങളുടെ ചിന്താഗതിയിലും അവരുടെ കാഴ്ചപ്പാടിലുമൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. യാത്ര ചെയ്യാൻ ആളുകൾ കൂടുതൽ താല്പര്യപ്പെടുന്നു. ലോകത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഒരുപാട് കുട്ടികൾ പഠിക്കാനായി പുറത്തു പോകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലേക്കും ഒട്ടനവധി ആളുകൾ കടന്നു വരുന്നു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 1/3 കേരള വിഷൻ്റെ ഉപഭോക്താക്കളാണ്. 3.5 കോടി ജനസംഖ്യയുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം 30 ലക്ഷത്തോളം കേബിൾ TV ഭവനങ്ങളിൽ കേരള വിഷൻ്റെ സേവനങ്ങൾ എത്തുന്നുണ്ട്. 14 ലക്ഷത്തോളം വീടുകളിൽ കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡ് സേവനം എത്തുന്നുണ്ട്. അപ്പം 1/3 ആളുകൾ കേരള വിഷൻ്റെ ഉപഭോക്താക്കളായിരിക്കുമ്പോൾ തന്നെ അവരുൾപ്പെടുന്ന സമൂഹത്തിന് കുറഞ്ഞ ചെലവിൽ
ഈ ലോകത്തെ മനോഹരമായ കാഴ്ചകൾ കാണാനുള്ള ഒരവസരം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ടൂറിസം മേഖലയിലേക്ക് കടക്കുവാൻ തീരുമാനിച്ചത്. അപ്പം മറ്റു ട്രാവൽ ഏജൻസികൾ ചെയ്യുന്ന പോലെ ആളുകളെ നിന്ന് പണം വാങ്ങി അവരെ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതല്ല. അതിനുമപ്പുറം ലോകത്ത് തന്നെ ആദ്യമായി ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ, ഒരു വെബ് ആപ്ലിക്കേഷനിലൂടെ ആണ് നമ്മൾ ഈ ടൂറിസം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. യെസ് ടു ഗോ എന്നാണ് അതിൻ്റെ പേര്. യെസ് ടു ഗോ എന്ന് പറഞ്ഞാൽ ശരി നമുക്ക് പോകാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ വെബ് ആപ്ലിക്കേഷനിലൂടെ ഏതൊരാൾക്കും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാം. അങ്ങനെ ഭാഗമാകാം എന്ന് മാത്രമല്ല, അവർക്ക് EMI തവണ വ്യവസ്ഥ, ഇപ്പോൾ മറ്റൊരു സ്ഥാപനങ്ങളും അത്തരത്തിൽ തവണ വ്യവസ്ഥ നടപ്പാക്കുന്നില്ല. ഇത് 6 മാസം, 12 മാസം, 20 മാസം. ഈ തവണ വ്യവസ്ഥയിലൂടെ ഏതൊരാൾക്കും ചെറിയ തുക EMI അടച്ചുകൊണ്ട് അയാൾക്ക് സ്വന്തമായോ അല്ലെങ്കിൽ കുടുംബസമേതമോ സുഹൃത്തുക്കളോപ്പമോ ലോകത്തിലെ ഏത് രാജ്യത്തിലേക്കും പോകുവാനുള്ള സംവിധാനമാണ് യെസ് ടു ഗോ എന്ന് പറയുന്ന വെബ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ സാധാരണ ഇപ്പോൾ മലയോര മേഖലകളിൽ ട്രെയിനിൽ പോലും യാത്ര ചെയ്യാത്ത ആളുകൾ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലും കേരളം കാണാത്തവരെ സംബന്ധിച്ച് കേരളം കാണുവാൻ, കേരളത്തിന് പുറത്ത് രാജ്യത്തെ പ്രവർത്തനങ്ങൾ കാണുവാൻ, അതിനുമപ്പുറം രാജ്യത്തിനുമപ്പുറം ലോകത്തെ കാഴ്ചകൾ കാണുവാനുള്ള അവസരമാണ് ഇതിലൂടെ കേരള വിഷൻ ഒരുക്കുന്നത്. അപ്പോൾ ഇനി മുതൽ യാത്രകൾ പരിമിതപ്പെടുത്തേണ്ട കാര്യമില്ല, സ്വപ്നങ്ങൾ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലോകത്തിലെ ഏത് കാഴ്ചയും കാണാനുള്ള ഒരവസരം കേരള വിഷൻ യെസ് ടു ഗോയിലൂടെ ഒരുക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ വെബ് ആപ്ലിക്കേഷൻ്റെ ഉദ്ഘാടനം ഈ മാസം 26-ാം തീയതി അങ്കമാലി അറ്റ്ലസ് സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ്. അതിലേക്ക് എല്ലാവരെയും, മാന്യപ്രേക്ഷകരെ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ബഡ്ജറ്റ് ടൂറിസം എന്ന് പറഞ്ഞൊരു സംവിധാനം, ഇപ്പോൾ KSRTC ഉൾപ്പെടെയുള്ളവരെല്ലാം അങ്ങനെ, അപ്പം നമുക്കും അതിലേക്ക് കടന്നുകൂടെ അങ്ങനെ ഒരു സംവിധാനത്തിൽ? തീർച്ചയായിട്ടും ബഡ്ജറ്റ് ടൂറിസം നമ്മുടെ ഇതിൻ്റെ ഭാഗമാണ്. ഇത് കേരള വിഷൻ മാത്രമായിട്ടല്ല ഈ പദ്ധതി നടപ്പാക്കുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലമായി കേരള സർക്കാരിൻ്റെ സഹകരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. അവർ ഈ ബഡ്ജറ്റ് ടൂറിസം KSRTC ആയി ചേർന്നുകൊണ്ട് കഴിഞ്ഞ 3 വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരാണ് ഞങ്ങളുടെ അസോസിയേറ്റ് പങ്കാളി എന്ന് പറയുന്നത്. അപ്പോൾ അവരുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ തീർത്തും ഒരു പരിധി വരെ പറഞ്ഞാൽ സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തോടു കൂടിയാണ് ഈ പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ നിലയ്ക്ക് ബഡ്ജറ്റ് ടൂറിസം ഉൾപ്പെടെ, അതുപോലെ തന്നെ പല പാക്കേജ്, ബഡ്ജറ്റ് ടൂറിസം ഇതിനകത്ത് വരും, പ്രീമിയം പാക്കേജസ് വരും, അതുപോലെ എക്സ്ക്ലൂസീവ്ലി വനിതകൾക്ക് മാത്രമായിട്ടുള്ള പാക്കേജസ് ഉണ്ടാവും, വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടുള്ള ഉണ്ടാവും. അങ്ങനെ വിവിധ തരങ്ങളായിട്ടുള്ള പാക്കേജുകൾ ഈ വെബ് ആപ്ലിക്കേഷനിൽ ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് പറ്റുന്ന തുക അടയ്ക്കാനുള്ള കണക്കൂട്ടലിലൂടെ നമുക്കത് കൊണ്ടുപോകാൻ കഴിയും. ഇതിപ്പോൾ തന്നെ നമ്മുടെ ഈ ചെറിയ അണുകുടുംബങ്ങളാണല്ലോ കേരളത്തിൽ. അപ്പം ഇവരെല്ലാം ഒത്തുചേർന്ന് ഓണത്തിനൊക്കെ ചില ഒരു 10 പേര് 15 പേര് അങ്ങനെ വരുന്ന ചെറിയ ഗ്രൂപ്പുകളെ നമ്മളിങ്ങനെ അവർക്ക് വേണ്ടി പാക്കേജുകൾ നമുക്ക് അവരുടെ ഡിമാൻഡ്സ് അനുസരിച്ച് അത് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ആ പാക്കേജുകൾ ഓരോരുത്തർ അവരുടെ ഇപ്പം നമ്മുടെ ഒരു ആപ്ലിക്കേഷനുള്ള പാക്കേജിന് പകരം വേറൊരു രാജ്യത്ത് പോകുമ്പോൾ അവിടെ ചില സ്ഥലങ്ങൾ കൂടി അവർക്ക് കൂടി കാണണം. അങ്ങനെ അവർ ഡിമാൻഡ് ചെയ്താൽ അത് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്രയും വേണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഏത് രീതിയിലും ആ ആപ്ലിക്കേഷൻ വഴി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ മുതൽ നമുക്ക് എന്നാണ് പോകേണ്ടതെന്നുള്ള ഡേറ്റ് വരെ നമുക്ക് സ്വയം തീരുമാനിക്കാൻ കഴിയും. അങ്ങനെ സാധാരണ ഒരു ട്രാവൽ രീതിയല്ല, ഇതൊരു പുതിയ സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു ടൂർ പദ്ധതിയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊരു പുതിയ അനുഭവമായിരിക്കും കേരളത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചെന്നാണ് എനിക്ക് പറയാൻ. തീർച്ചയായും കേരള വിഷൻ ഒരുക്കുന്നത് ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും. പ്രത്യേകിച്ചും ഈ നാട് കാണാനും ഒപ്പം നാടിനെക്കുറിച്ച് അറിയുവാനും ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ജനത. അതുകൊണ്ട് തന്നെ ഈ കേരള വിഷൻ ഒരുക്കുന്ന ഈ സംരംഭം പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. ഇടവേള.
താങ്ക്സ് ടു മാക്സിവിഷൻ അഡ്വാൻസ്ഡ് ഐ കെയർ സർജറി. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി, എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് ആൻഡ് വേൾഡ് ക്ലാസ് പേഷ്യന്റ് കെയർ. ഞങ്ങൾ നോക്കിക്കൊള്ളാം. കേരളത്തിൽ ആദ്യമായി പാൽപ്പൊടി ഇല്ലാത്ത പാലുമായി എളനാട് ഫ്രഷ് കൗ മിൽക്ക്. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Tripprayar. മാഡം ഇത് മറന്നു വെച്ചു. വായിച്ചു നോക്കേ. ജീവിതത്തിലെ ചെറുനന്മകൾ ആഘോഷിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ചേരുവകളാൽ തയ്യാറാക്കിയത് എലൈറ്റ് പ്ലം കേക്ക്. Make this a solar-powered Christmas with Elite Plum Cakes. സഫേ 7 അൾട്രാ വെതർ കെയർ. വർഷങ്ങൾ കഴിഞ്ഞാലും പെയിന്റിംഗ് ഇന്നലെ കഴിഞ്ഞതുപോലെ. അറിഞ്ഞോ, യൂറോപ്പ് ഇനി കൊല്ലത്തേക്ക്. കൊല്ലം തിരുമുല്ലവാരത്ത് 2 ഏക്കറിൽ ഒരുക്കിയ സ്നോ ഗ്രാമത്തിൽ ആർട്ടിഫിഷ്യൽ സ്നോ, റോയൽ ബ്രിട്ടീഷ് പരേഡ്, യൂറോപ്യൻ കൾച്ചറൽ ഷോ, യൂറോപ്യൻ ഫുഡ് ഫെസ്റ്റ്, ഫ്ലെമിംഗോ ഡാൻസ് എന്നിങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ മാസ്മരിക ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. വിളിക്കൂ 9495329847. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുകണം. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മാർ ടവർ ബിൽഡിംഗ്, മണ്ണാടിയാർ ലെയിൻ, തൃശൂർ. സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. മാഡം ഇത് മറന്നു വെച്ചു. വായിച്ചു നോക്കേ. ജീവിതത്തിലെ ചെറുനന്മകൾ ആഘോഷിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ചേരുവകളാൽ തയ്യാറാക്കിയത് എലൈറ്റ് പ്ലം കേക്ക്. Make this a solar-powered Christmas with Elite Plum Cakes. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ആടാനും പാടാനും കൂടാനും ചാടാനും പറ്റിയാൽ ചാടിക്കാനും കേരളത്തിന്റെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷം എവിടെ? കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വയനാട് ടൂറിസവും ബോച്ചെ 1000 ഏക്കർ ലേബർ വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായി വയനാട്ടിലെ ബോച്ചെ 1000 ഏക്കറിൽ വെച്ച് ഡിസംബർ 23 മുതൽ ജനുവരി 4 വരെ ദിവസവും 4 മണി മുതൽ വയനാട് ടൂറിസം കാർണിവൽ നടത്തുന്നു. അപ്പൊ നമുക്ക് 31-ന് വേടനും ഗൗരി ലക്ഷ്മിക്കൊപ്പം അടിച്ചു പൊളിക്കാം. ഏർലി ബേർഡ്സ് ടിക്കറ്റുകൾ ഇപ്പോ ബുക്ക് മൈ ഷോയിൽ ലഭ്യമാണ്. കൂടാതെ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ ഉടനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ ഏറ്റവും വലിയ പാപ്പാനിയ കത്തിക്കലും വെടിയും പുകയുമായി നമുക്കൊന്ന് അർമാദിക്കല്ലേ. വാർത്താ സംപ്രേക്ഷണ രംഗത്ത് വിജയകരമായ 4ാം വർഷത്തിലേക്ക് മുന്നേറുന്ന കേരള വിഷൻ ന്യൂസിന്റെ വാർഷിക കൺവെൻഷൻ നാളെ നടക്കും. എറണാകുളം അങ്കമാലി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ രാവിലെയാണ് പരിപാടി. ടൂറിസം രംഗത്തേക്ക് കൂടിയുള്ള കേരള വിഷന്റെ പ്രവേശനത്തിനും കൺവെൻഷനിൽ തുടക്കമാകും. കേരള വിഷൻ KTDC ടൂറിസം ലോഗോ പ്രകാശനവും വെബ് ആപ്ലിക്കേഷൻ ഉദ്ഘാടനവും വാർഷിക കൺവെൻഷനിൽ നടക്കും. ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വെബ് ആപ്ലിക്കേഷൻ ലോഞ്ചിംഗ് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ലോഗോ പ്രകാശനം നിർവഹിക്കുക സിനിമാ താരം നരേനാണ്. പ്രൊമോഷൻ വീഡിയോയുടെ പ്രകാശനം സഫാരി ചാനൽ MD സന്തോഷ് ജോർജ് കുളങ്ങരയും നിർവഹിക്കും. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വീട്ടിൽ നിന്ന് 60 പവൻ സ്വർണം മോഷണം പോയി. കൊച്ചംകുഴി സ്വദേശി ഷെൻകുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കുടുംബം പള്ളിയിൽ പോയ സമയത്തായിരുന്നു മോഷണം. മുൻവശത്തെ വാതിൽ പൊളിച്ചാണ് കള്ളൻ അകത്തു കയറിയത്. ഷെനിന്റെ ഭാര്യ അനുപമയുടെയും സഹോദരി അനഘയുടെയും സ്വർണമാണ് മോഷണം പോയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരാധന കഴിഞ്ഞ് അവർ തിരിച്ചിവിടെ വീട്ടിൽ വരുമ്പോഴേ എന്തോ മോഷണം നടന്നിട്ടുള്ളത് മനസ്സിലായത്. ഉടൻ തന്നെ അവർ കൂട്ടി തിരിച്ച് ബാക്കിയുള്ളവരെ കൂടെ വിളിച്ച് ഇവിടെ വന്ന് മൊത്തം അവർ പരിശോധിച്ചപ്പോഴാണ് മോഷണം വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലായത്. തിരിച്ചവർ നോക്കിയപ്പോൾ ഫ്യൂസ് ഊരി കറണ്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മുറികളെല്ലാം കൂടെ വലിച്ച് വാരിയിട്ട് സാധനം എടുത്തിട്ട് ഇവിടെ ഈ വീട്ടിലുള്ള കുട്ടിയുടെയും പിന്നെ വീട്ടിലുള്ള കുടുംബത്തിൻ്റെ വക അങ്ങനെ എല്ലാം കൂടെ ഒരു 60 പവനോളം സ്വർണ്ണം ഉണ്ടായിരുന്നു. ഒരു പൊടിയില്ല, എല്ലാ സാധനം എല്ലാ മുറികളും
പരിശോധിച്ചാണ് കൊണ്ടുപോയിട്ട് സംഭവം നടന്ന സമയമാണ് 7 മണിക്കും 9 മണിക്കും ഇടയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായതെന്ന് പറയുന്നത് ഏറെ ആശങ്ക ഉളവാക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. സമീപത്തൊരു മലങ്കര ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ വൈകിട്ട് 7 മണിക്കും തുടങ്ങി 9 മണിക്കകത്ത് അവസാനിക്കുന്ന രീതിയിലത്തേക്കായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു വ്യക്തമായി അറിയുന്ന രീതിയിലത്തേക്കാണെന്നാണ് ഞങ്ങൾ പ്രദേശവാസികളും നാട്ടുകാരുടെയൊക്കെ ഒരു ബോധ്യം. എന്തായിരുന്നാലും ഈ സംഭവത്തിന്റെ നിജസ്ഥിതി തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങളെ ആശങ്ക പൂർണ്ണമായിട്ടും മാറ്റുന്നതിനുള്ള ഒരു അന്വേഷണം കൂടെ ഉണ്ടാവണമെന്നതാണ് ജനപ്രതിനിധിയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയ കേസിൽ പ്രതിപിടിയിൽ. അഴീക്കോട് സ്വദേശി നൌഫലാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. അഴീക്കോട് സ്വദേശി നാസറിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി മകനെ ആക്രമിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു എന്നതാണ് കേസ്. നൌഫൽ നിരവധി കേസുകളിലെ പ്രതിയാണ്. കൊല്ലം ഇരവിപുരത്ത് MDMAയുമായി 2 പേർ പിടിയിൽ. പുത്തൻചന്ത സ്വദേശി ഷാറുഖ് ഖാൻ, പട്ടത്താനം സ്വദേശി റിനീഫ് എന്നിവരാണ് പിടിയിലായത്. ഒന്നാം പ്രതിയുടെ കയ്യിൽ നിന്ന് 2.21 ഗ്രാമും രണ്ടാം പ്രതിയുടെ കയ്യിൽ നിന്ന് 2.3 ഗ്രാം MDMAയും പിടികൂടി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരവിപുരം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. ഈസ്റ്റ് കോറാമ്പ സ്വദേശി മിഥുനാണ് അറസ്റ്റിലായത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ബിവറേജസിന് സമീപം വാഹന പരിശോധന നടത്തുമ്പോഴാണ് സ്കൂട്ടറിൽ വന്ന മിഥുൻ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയത്. മിഥുൻ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണ്. കൊല്ലം പറക്കുളം മുതൽ മയിലക്കാട് വരെ തൂണിൽ തീർത്ത ഹൈവേ നിർമ്മാണം നടത്തണമെന്ന ആവശ്യവുമായി സംയുക്ത സമരസമിതി നടത്തുന്ന നിരാഹാര സമരം 4ാം ദിവസവും തുടരുന്നു. മയിലക്കാട് ഇടിഞ്ഞതുപോലെ പാറക്കുളത്തും സംഭവിക്കുമെന്നതാണ് ജനങ്ങളുടെ ആശങ്ക. ജനകീയ ലൈബ്രറി വൈസ് പ്രസിഡന്റ് ഷാജി ഇലിയാസാണ് ഇന്ന് നിരാഹാര സമരം ഇരിക്കുന്നത്. ഓരോ ദിവസവും ഓരോരുത്തരായിട്ടാണ് നിരാഹാര സമരം നടത്തുന്നത്. നിർമ്മാണത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതുവരെ സമരം തുടരുമെന്നും സമരസമിതി അംഗങ്ങൾ പറഞ്ഞു. പറക്കുളത്തെ രാജസ്ഥാൻ മാർബിളിന്റെ മുന്നിലുള്ള ഉയരപാതയിൽ ഒരിക്കലൊരു വിള്ളൽ രൂപപ്പെട്ടിരുന്നു. അത് മയിലക്കാട് തകരുന്നതിന് മുമ്പ് തന്നെ അധികാരികളെ വിളിച്ച് നമ്മൾ അറിയിക്കുകയും അവരെ കൊണ്ടുവന്ന് റിപ്പോർട്ട് ചെയ്യുകയും അവർ വന്ന് റിപ്പോർട്ട് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. പക്ഷേ തുടർ നടപടികളെന്ന് പറഞ്ഞാൽ കേവലം ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന് പറയുന്നത് പോലെ ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചത്. അതിനപ്പുറത്ത് ടാർ ഉരുക്കി ഒഴിച്ച് അടച്ചതല്ലാതെ ശക്തമായ രീതിയിലുള്ള ഒരു ബലപരിശോധനയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നടത്തിയില്ല. അതിനുശേഷമാണ് മയിലക്കാട് വൻമതിൽ ഇടിഞ്ഞ് താരുകയുണ്ടായി. അപ്പോൾ അതിനുശേഷമാണ് ബലപരീക്ഷണം ഈ നമ്മൾ ആവശ്യപ്പെടുന്നത്. പറക്കുളം പ്രത്യേകിച്ചും അതുപോലെ ഉയരപാത നിൽക്കുന്ന എല്ലാ ഭാഗങ്ങളിലും, അതായത് ഈ മൺപാതകൾ മണ്ണ് കൊണ്ട് നിറച്ച ഉയരപാതകൾ കടന്നു പോകുന്ന എല്ലാ ഇടങ്ങളിലും ബലപരിശോധന നടത്തണമെന്നും എല്ലായിടത്തും ഇത് മാറ്റി പില്ലറുകളിൽ പാത സ്ഥാപിക്കണമെന്നുമാണ് ഞങ്ങളുടെ ആവശ്യം. മലപ്പുറം പെരുവള്ളൂരിൽ MDMAയുമായി 2 പേർ പിടിയിലായി. കാട്ടിലങ്ങാടി സ്വദേശി ജബീർ, മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 28 ഗ്രാം MDMA പിടികൂടി. മയക്കുമരുന്ന് കടത്തുന്നതിന് ഉപയോഗിച്ച ബുള്ളറ്റ് ബൈക്കും എക്സൈസ് പിടിച്ചെടുത്തു. ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് പെരുവള്ളൂർ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ഇരുവരെ പിടികൂടിയത്. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 പരമ്പരയിൽ 3ാമത്തെ മത്സരം നാളെ നടക്കും. തിരുവനന്തപുരം കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഇനിയുള്ള 3 മത്സരങ്ങളും കാര്യവട്ടത്താണ് നടക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ 2 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ മുന്നിലാണ്. 3ാമത്തെ മത്സരം കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. എന്നാൽ പരമ്പരയിൽ നേരിയ വിജയ സാധ്യതയാണെങ്കിലും നിലനിർത്താൻ ശ്രീലങ്കയ്ക്ക് നാളത്തെ കളിയിൽ ജയം അനിവാര്യമാണ്. ഹർമീൻപ്രീത്, സ്മൃതി മന്ദാന, ജമീമ റോഡ്രിഗസ്, ഷഫാലി വർമ്മ എന്നിവരുടെ ബാറ്റിംഗ് കരുത്തിനോടൊപ്പം വിക്കറ്റ് കീപ്പർ ബാറ്ററായ റിച്ച് ഘോഷ് കൂടെ ചേരുന്നതോടെ വെടിക്കെട്ട് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ക്രാന്തി ഗൌഡ, വൈഷ്ണവി
ശർമ്മ തുടങ്ങിയവർ ബൌളിംഗിലും മികച്ചു നിൽക്കുന്നതിനാൽ ഇന്ത്യൻ ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇതാദ്യമായാണ് തിരുവനന്തപുരം ഒരു രാജ്യാന്തര വനിതാ ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. വലിയ സ്വീകരണമാണ് തിരുവനന്തപുരത്തെത്തിയ ഇന്ത്യൻ ടീമിന് ലഭിച്ചത്. ഇടുക്കി മൂന്നാറിൽ ഭക്ഷണരീതി മാറ്റി കാട്ടുകുമ്പൻ പടയപ്പ. പടയപ്പയ്ക്ക് ഇപ്പോൾ പ്രീമിയം ബേക്കറി ഉൽപ്പന്നങ്ങളാണ് ഇഷ്ടം. ലെയ്സും മിക്സറും ബ്രെഡും ബിസ്ക്കറ്റുമൊക്കെയാണ് ഇഷ്ടം. പടയപ്പയുടെ ആക്രമണത്തിൽ പൊറുതിമിട്ടിരിക്കുകയാണ് വഴിയോര കച്ചവടക്കാരും. കഴിഞ്ഞ ദിവസം പടയപ്പ 2 വഴിയോര കടകൾ തകർത്ത് ബേക്കറി ഉൽപ്പന്നങ്ങൾ കഴിച്ചു. മൂന്നാർ മറയൂർ റൂട്ടിൽ കന്നിമലയ്ക്കും രാജമലയ്ക്കും ഇടയിലുള്ള ഗംഗാദേവിയുടെയും ശക്തിവേലിന്റെയും കടകളാണ് പടയപ്പ തകർത്തത്. மேகி, லேஸு, பிஸ்கெட்டு, பிரெட் இதெல்லாம் நல்லா இப்போ சாப்பிட ஆரம்பிச்சிருச்சு. நாங்கள் சோளம், கேரட்டு, பைனாப்பிள் இதுகளை மட்டும்தான் நாங்கள் பாதுகாத்தோம். அதுதான் சாப்பிடுதுன்னு. அதை கழிஞ்ச மாதம் இதே போல் படையப்பா வந்து உடச்சி எல்லாம் நசுப்பிச்சிருச்சு. என்னால் முடிஞ்ச அளவுக்கு அதை சரி பண்ணி வேலை பார்த்து போட்டுக்கிட்டு இருந்தேன். இப்போ ரொம்ப நஷ்டமாயி போச்சு எனக்கு. கடையில் எல்லா சாதனமும் போய் கடையும் ஒன்றும் இல்லாமல் ஆக்கிருச்சு. படையப்பா வந்துட்டு நம்ம இளநீ, சோளம் எல்லாத்தையும் நாங்கள் டெய்லி அது பயந்துட்டு வீட்டுக்கு கொண்டு போயிடுவோம். இப்போ நேரத்துலேருந்து நாங்கள் இங்கே உள்ள பண்ணு எல்லாமே வீட்டுக்கு கொண்டு வர சூழ்நிலை ஆகிப்போச்சு. இப்போ கடையில் ஒன்றுமே வைக்கிறது கிடையாது. அதுக்கு பயந்துட்டு 2-3 தடவை நம்ம கடையெல்லாம் இது பண்ணி നഷ്ടപ്പെടുത്തി വിട്ടുச்சு. പടയപ്പയുടെ ആഹാരക്രമങ്ങളെല്ലാം മാറി മറിഞ്ഞു എന്ന് വേണം പറയാൻ. ഇപ്പോൾ കഴിക്കുന്നത് നൂഡിൽസും ലൈസും മുറുക്കും ബ്രെഡ് പാക്കറ്റും അടക്കമാണ്. ഇതെല്ലാം കൂടുതലായി ബാധിക്കുന്നത് വഴിയോര കച്ചവടക്കാരെയാണ്. ദിനംതോറും നിരവധി കടകളാണ് ഈ പടയപ്പ വന്ന് നശിപ്പിക്കുന്നത്. நாங்கள் வந்து பைனாப்பிள் சாப்பிடுன்னு சொல்லி பைனாப்பிள் வீட்டுக்கு கொண்டு போயிட்டோம். சோளம் சாப்பிடுன்னு சொல்லி சோளத்தை வீட்டுக்கு கொண்டு போயிட்டோம். மேகி இருக்குது, மேகியும் சாப்பிடுது. இப்போ பிஸ்கட் பாக்கெட் சாப்பிடுது. எல்லாமே வேஸ்ட் பண்ணி நாசமாக போய்கிட்டுச்சு. 3 தடவை கடை உடச்சி இப்போ நாங்கள் நஷ்டத்தில் இருக்கோம். அதனால் படையப்பா கொஞ்சம் வெளியே அனுப்புகிற மாதிரி நாங்கள் காட்டுக்குள்ளே அனுப்புகிற மாதிரி கெடுத்துருவோம். இப்போ இந்த கெஸ்ட் நிறைய வரனால நீங்கள் நிறைய சாதனம் எடுத்து வைக்கிறீங்க. அதெல்லாம் கொண்டு எல்லாமே வீட்டுக்கு கொண்டு வரோம். அப்படியுமே 1-2 பிஸ்கட் பாக்கெட்டு, லேஸ் பாக்கெட்டு இது கூட அதையும் கூட சாப்பிட்றது. அது அதே மாதிரி தான் சார். இப்போ எல்லா சாதனத்தையும் சாப்பிட்டு போய் நாங்கள் என்ன செய்யணும்? கடை வாங்கி தான் செய்கிறோம். வேறு வழி இல்லை எங்களுக்கு. நஷ்டமாக இப்போ 50,000 நஷ்டத்தில் இருக்குது. இங்கே வரைக்கும் வந்துட்டு நாங்களாம் வீட்டுக்கு கொண்டு போயிடலன்னா அதுவும் போச்சு. கடை வாங்கி தான் 3 தடவை கடை போச்சு. வேறு வழி இல்லை, மார்க்கம் இல்லை. என்னதான் சரி நாங்கள் தெரியல. கடை வாங்கணும், கொடுக்காம வேறு வழி இல்லை. கொடுங்களா, நீங்கள் கொடுங்களா, பணம் கொடுத்தா கொடுப்பீங்களா? விட மாட்டேங்க. பெரிய கஷ்டத்தில் தான் இருக்குது சார். இந்த படையப்பாக்கு ஏதாவது ஒரு வழி பண்ணால் தான் எங்களுடைய வழியோர கச்சவடக்காரங்களுக்கு ஏதாவது ஒரு வகுத்துப்பாட்டுக்காக போகும். 2 கடை அடிச்சிச்சு. 3 தடவை கடை அடைச்சிச்சு சார். 3 தடவை பெரியார் ரோட்டில் அடிச்சிச்சு. கடலார் வழக்கில் 2 கடை அடைச்சிச்சு. அதனால படையப்பா கொஞ்சம் காட்டுக்குள்ள அனுப்புற மாதிரி ஃபாரஸ்ட்காரங்களுக்கு நம்ம வேண்டுகோள் விட்டுருக்கோம். இப்போ அதுக்குள்ள சாப்பாடெல்லாம் மாற்றினாலும் ரொம்ப கஷ்டமாக இருக்குல்ல? ஆமாம் சார். அது மாற்றிட்டோம். அதனால டெய்லி கொண்டு வரணும், சாயங்காலம் கொண்டு வரணும். அப்போ அதாவது வழி பண்ணுறதுக்கு ஏதாவது ஃபாரஸ்ட் அது தயவாக ஏதாவது பண்ணி நாங்கள் கேட்குறோம். மாற்றணும். அதை இல்லை நாங்கள் பிழைக்க முடியாது. என்ன செய்ய முடியும் சொல்லுங்கள்? ഏതായാലും കടം വാങ്ങിയെല്ലാം ഇത്തരത്തിൽ ഈ വഴിയോര കടകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭം നോക്കുമ്പോൾ അതൊന്നും കിട്ടാതെ ഈ പടയപ്പ വന്ന് നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നിലവിലുള്ളത്. ആഹാരക്രമങ്ങൾ പടയപ്പ ആകെ അപ്പാടെ മാറ്റിയെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ വഴിയോര കച്ചവടക്കാർക്ക് വലിയ തലവേദനയായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് അടിയന്തരമായി പടയപ്പനെ വനത്തിനുള്ളിലേക്ക് മാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ വഴിയോര കച്ചവടക്കാരുടെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. ക്യാമറമാൻ AP രാജിക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,765 രൂപ, പവന് 1,02,120 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,570 രൂപ, പവന് 84,560 രൂപ. വെള്ളി ഗ്രാമിന് 230 രൂപ, കിലോയ്ക്ക് 2,30,000 രൂപ. കവിത ഗോൾഡ്